അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം
കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയോട് ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ കുറച്ച് ബാക്കി പറഞ്ഞു. ഞാൻ ഒരിക്കലും രസമുണ്ടേ, എൻ്റെ പ്രസംഗത്തിന് എൻ്റെ കുറച്ച് എന്നോട് വളരെ അടുപ്പമുള്ളവരൊക്കെ വാട്സപ്പ് റിലേഷൻസ് ഉള്ള ആൾക്കാരുണ്ടല്ലോ, ഏറ്റവും സഹപ്രവർത്തകർ, അടുത്ത സഹപ്രവർത്തകർക്ക് അതുള്ളൂ 10-20 വരെ ഉണ്ടാകാൻ തുടങ്ങണം. അപ്പോൾ അവർ ചിലരൊക്കെ ഇത് ഈ ഡെയിലി ബ്രെഡ് കൂടുന്നുണ്ട്. അപ്പോൾ ഒരാൾ കൂടുതൽ പറഞ്ഞേ, അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ കേൾക്കാൻ നല്ല രസമാണെന്നത്. ഇപ്പം ഞാൻ ഇന്നൊരു ജീവിതാനുഭവം പറയാൻ പോയി. ഞാൻ അമ്പലപ്പുഴ ഒരു പള്ളിയിൽ വികാരിയായിട്ടിരിക്കണേ, കുറേ കാലം ഇരുന്നേ അവിടെ. അന്ന് നിങ്ങൾക്ക് പലർക്കും എന്നെ അറിയത്തില്ലായിരുന്നു. ഞാൻ അമ്പലപ്പുഴ പള്ളിയിൽ 6 കൊല്ലത്തോളം അവിടെ വികാരിയായിട്ടിരുന്നു. അവിടെ കുറേ പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പള്ളിയുടെ ഒരു സ്ഥലമേ കുട്ടനാടൻ പാടശേഖരങ്ങളുടെ കൂട്ടത്തിൽ നടുക്ക് അമ്പലപ്പുഴ പള്ളിക്ക് ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അത് നെൽപ്പാടം. അപ്പോൾ പിതാവ് പാസ്റ്റർ വിസിറ്റ് വന്നപ്പോൾ ഞങ്ങൾ അവിടെ പോയി. ഇടയ സന്ദർശനം വന്നപ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് ഈ സ്ഥലമൊന്നും അറിയത്തില്ല. അപ്പോൾ നടത്തിപ്പുകാരൻ കൈ ചൂണ്ടി പള്ളിയിൽ നിന്ന് കുട്ടനാടൻ പാടശേഖരത്തിൻ്റെ അരികിൽ പോയെന്ന് വെച്ചാൽ കൈ ചൂണ്ടി ഇന്ന സ്ഥലത്താണ് നമ്മുടെ സ്ഥലം കിടക്കണമെന്ന്. അപ്പോൾ അവിടെ നമ്മുടെ ഈ രേഖയൊന്നുമില്ല. പണ്ട് 945-945 അപ്പോൾ എത്രയോ വർഷം കഴിഞ്ഞ്, അല്ല 45 വർഷം മുമ്പ് നമ്മൾക്ക് ആരോ ഇഷ്ടദാനം തന്നാണ്. വിൽപ്പത്തത്തിലൂടെ, ഏതോ ഒരു വിൽപ്പത്തത്തിലൂടെ പള്ളിക്ക് ഇഷ്ടദാനം കിട്ടിയതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ അങ്ങനെ രേഖകൾ അതിനൊന്നുമില്ല. പക്ഷേ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, അപ്പം ഞാനുണ്ട്, പിതാവുണ്ട്, ശിവൻ അത്തിപ്പുഴ പിതാവ്, ഇന്നത്തെ ട്രസ്റ്റികളുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും എൻ്റെ റൈറ്റ് ഹാൻഡായിട്ട് നടക്കുന്ന ഒരു ട്രസ്റ്റിയുണ്ട്, കുഞ്ഞുമോൻ ചേട്ടൻ എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഭയങ്കര കമ്പനിയായിരുന്നു. ഇപ്പം ഇല്ല, കർത്താവിൻ്റെ അടുത്തൊക്കെ പോയി. അപ്പോൾ ഞങ്ങൾ തന്നെ പ്ലാനിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, എപ്പോഴെങ്കിലും ഇതിനൊരു സമാധാനം ഉണ്ടാവും. നമ്മൾ നല്ല 5-6 ഏക്കറുണ്ട്, ചെറിയ ഏക്കർ, കുട്ടനാട്ടിൽ 5-6 ഏക്കർ സ്ഥലമാണ്. അപ്പോൾ ഞാൻ ഇത് എൻ്റെ ജപമാലയുടെ സമയത്ത് ഇപ്പം എനിക്കും വേറെയും കുറേ വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ജനങ്ങളെല്ലാം നമ്മൾ അവിടെ ഇടവകയൊന്നും ആളൊന്നും ഇല്ലാഞ്ഞിട്ട് നമ്മൾ പീറ്റർ പിതാവിൻ്റെ കാലത്ത് സ്ഥലം വാങ്ങിച്ചിട്ട് 2.5 ഏക്കർ സ്ഥലം അമ്പലപ്പുഴ ടൗണിൽ വാങ്ങിച്ചിട്ട് നമ്മുടെ ആൾക്കാരെ പലയിടത്തുനിന്നും വീടില്ലാത്തവരെ കൊണ്ടുപോയി അവിടെ വീട് കെട്ടിക്കൊടുത്ത് താമസിപ്പിക്കുകയാണ്. അത്രയും ഭയങ്കര പേഴ്സ പ്രവർത്തനമാണ് നടത്തിയത്. പക്ഷേ അങ്ങനെ കൊടുത്തപ്പോൾ എല്ലാവരും കൊടുത്തു, എല്ലാ ജാതിക്കാർക്കും കൊടുത്തു. അവരാരും നമുക്ക് ക്രിസ്ത്യാനിയാക്കാൻ വേണ്ടി കൊടുത്തതല്ല. അത് ക്രിസ്തു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവരത് അതിനകത്ത് ആനുകൂല്യം കൂട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ കള്ളത്തരല്ലേ. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മതം മാറ്റാൻ വേണ്ടിയൊന്നുമല്ല. അത് ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വെക്കുമ്പോൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് നമ്മൾ ഇവിടെ പങ്കുവെക്കുമ്പോൾ അവിടെ പകർച്ച കൊടുക്കും. അങ്ങനെ പല ഹൈന്ദവ സഹോദരങ്ങൾക്കും മുസ്ലിം സഹോദരങ്ങൾക്കും ആലപ്പുഴ രൂപത അമ്പലപ്പുഴ ഇടവകയിൽ സ്ഥലവും വീടും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. മുസ്ലിംസിനുണ്ട്. ഞാൻ അവിടെ പോകണതാണ്, അവിടെ സന്ദർശിക്കാനൊക്കെ പോകണതാണ്. പലപ്പോഴും നമ്മൾ ഓർക്കണം. ഇപ്പം നിങ്ങളിപ്പോൾ ഈ FCRI എന്നൊക്കെ പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ക്രിസ്ത്യാനിക്ക് മലമുറത്തെ കാശ്. ക്രിസ്ത്യാനി ചെയ്യണേ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള ജോലി ചെയ്യണത് ആർക്ക്. ഇനി FFA എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, അതും ഞാനത് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. അതും ആർക്കാണ് കൊടുക്കുന്നത്? ക്രിസ്ത്യൻസിനും കൊടുക്കും, ഹിന്ദുസിനും കൊടുക്കും, മുസ്ലിംസിനും കൊടുക്കും. അത് ഫാമിലി FFA ഫാമിലി അസോസിയേഷന് വേണ്ടിയുള്ള സംഭാവനയാണ്. ഇപ്പോൾ ക്രിസ്ത്യാനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ എല്ലാവർക്കും അത് കിട്ടും. അത് പഠിത്തമായാലും കോളേജായാലും ഇതുപോലെയുള്ള സഹായമായാലും കിട്ടും. അപ്പോൾ അത് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയ അങ്ങനെ നിന്നാൽ മാത്രമേ
ഞങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ സന്നിധിയിൽ സുവിശേഷ വിഹിതമാകത്തുള്ളൂ. അതാണ്. അപ്പം ഞാനിത് ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഇഷ്യൂസൊക്കെ നടക്കുമ്പോൾ ഇപ്പോൾ ഭയങ്കര ആൾക്കാർ ഭയങ്കര വർഗീയതയല്ല അവിടെയൊക്കെ എന്തെങ്കിലും ഒരു അവസ്ഥ കിട്ടാൻ കാത്തിരിക്കുകയാണ് ആൾക്കാർക്ക് വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടി. അത് അവരുടെ കസേര വിപ്ലവമാണ്. അതിനകത്തൊന്നും ഞങ്ങളാരും പോയി തിരവെക്കത്തില്ല. ലെറ്റ് ദം ഹാവ് ഇറ്റ് ഫോർ ദെയർ കൺവീനിയൻസ്. ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ കാരണം ഈ സ്ഥലത്തിന് നമുക്ക് രേഖയിലല്ല. അപ്പം ഞാൻ നമ്മുടെ അടുത്ത് രേഖയില്ലെന്നേ ഉള്ളേ. ഒരു സാധനം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം, അത് ദൈവത്തിൻ്റെ അടുത്ത് ഉണ്ടെന്നല്ല എൻ്റെ അർത്ഥം. അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി വെച്ചാൽ ഇപ്പം ഈ സ്ഥലം ആൾക്കാർക്ക് കൊടുത്തെന്ന് പറഞ്ഞില്ലേ, അവർക്ക് അന്ന് പ്രമാണം ചെയ്ത് കൊടുത്തില്ലായിരുന്നു. അവർക്ക് കൊടുത്തിരിക്കുന്നത് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ 10-14 കൊല്ലം കൊടുത്തത്. അപ്പം ഞാൻ ചെന്നപ്പോൾ എല്ലാവരും വന്ന്, ഞാൻ ഈ പ്രാർത്ഥനക്കാരനൊക്കെ കാരണം ഒറ്റയടിക്ക് മറുപടി പറയത്തില്ല. അച്ഛൻ അതിനെക്കുറിച്ച് അച്ഛൻ്റെ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റ് ഉണ്ടാകുമല്ലോ വിചാരിച്ചിട്ട് ആൾക്കാർ ഞാൻ ചെന്നപ്പോൾ തന്നെ എടുത്തു തോന്നുന്നു, അച്ഛാ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് ആനുകൂല്യം ഒരു ആനുകൂല്യം കിട്ടണില്ല അച്ഛാ, ഒരു സെപ്റ്റി ടാങ്ക് പോലും ഞങ്ങൾക്ക് റിപ്പയർ ചെയ്യാൻ പറ്റണില്ല അച്ഛാ. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ഞങ്ങളുടെ പേര് ഇതാക്കി തരാൻ പിതാവിനോട് പറഞ്ഞു തന്നു. അപ്പം ഞാനത് എനിക്കറിയാം ഇവർക്ക് കൊടുത്താൽ ഇവർ ചില ആൾക്കാർ വിറ്റ് അപ്പം തന്നെ രാജ്യം വിട്ടു പോകും, മക്കൾക്ക് അവിടെ പഠിക്കണം ഇവിടെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരപ്പം തന്നെ വിൽക്കും. അതൊക്കെ എനിക്കറിയാം. പിന്നെ കിടപ്പാടം പോലും ഇല്ലാത്ത അവസ്ഥയിലാകും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഡൗൺ ചെയ്ത് നിൽക്കുക. എങ്കിലും ഞാനൊരു പണി ചെയ്ത് എന്ത് ചെയ്യുന്നറിയാവോ, അതായത് ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ ആ പള്ളി ചെന്നപ്പോൾ തന്നെ ചെയ്ത പരിപാടി വെച്ച് കഴിഞ്ഞാൽ അവിടെ ലൂർദ് മാതാവിൻ്റെ രൂപമാണ്, മാതാവിൻ്റെ രൂപമായിട്ട് അവിടെ ഉള്ളത്. അപ്പം ഞാൻ ലൂർദ് മാതാവിന് എനിക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ മാതാവിനോട് കണ്ട് സംസാരിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ അമ്പലപ്പുഴ പള്ളിയുടെ വാതിക്കലുള്ള ജനൽ തുറന്നിട്ടിട്ട് അൾത്താറയിരുന്ന മാതാവിനെ കൊണ്ടുവന്ന് അവിടെ അകത്ത് പള്ളിയുടെ അകത്ത് ഒരു മേശയിട്ട് പ്രതിഷ്ഠിച്ചു. അപ്പോൾ എനിക്ക് കൈയെത്തി അമ്മയുടെ കാലിൽ തൊട്ടിട്ടും കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകണം. തിരിച്ച് രാത്രി 1 മണിക്കും 2 മണിക്കൊക്കെയാണ് ചിലപ്പോൾ കയറി വരുന്നത്. അപ്പോൾ അമ്മയെ കണ്ടിട്ട് അവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, അമ്മയെ കണ്ടിട്ട് പോയി കിടന്ന് ഉറങ്ങണം. അപ്പോൾ അവരുടെ പ്രൈവറ്റ് റിലേഷൻസാണതെല്ലാം. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ കൊടിമരം അമ്മയുടെ ഫ്രണ്ടിൽ തന്നെ കൊടിമരമുണ്ട്, ആ കൊടിമരത്ത് നിന്ന് ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ആൾക്കാർക്ക് ഒതുങ്ങി ഞാനവിടെ ഫ്രീ ആയിട്ടിരിക്കുന്ന കുറേ സമയമുണ്ടായിരുന്നു. അന്ന് ഇന്നുപോലെ കൃപാസനത്ത് അതുപോലെ തിരക്കൊന്നുമില്ല. എനിക്കിങ്ങനെ വല്ലപ്പോഴും ശുശ്രൂഷക്ക് ചൊവ്വാഴ്ചയോ ഞായറാഴ്ചയോ ഇവിടെ വന്നാൽ മതി, ബാക്കിയെല്ലാം ഞാൻ അവിടെ തന്നെയായിരുന്നു. അപ്പം ഞാൻ കൊടിമരത്തെ വന്നിരുന്ന് കൊന്തയില്ലും, എന്നിട്ട് പിന്നീട് കൊടിമരത്തെ നിന്ന് മുട്ടിട്ട് നിരങ്ങി അമ്മയെടുത്ത് ചെല്ലും. മുട്ടിട്ട് നിരങ്ങി അമ്മേ അപ്പുറം മാണമൊന്നും കാണുന്നില്ല, രേഖകളൊന്നുമില്ല, എന്താ നമ്മുടെ സ്ഥലമായിരുന്നത്, കൈവിട്ട് പോയൊരു വിഷമമുണ്ട് എന്നൊക്കെ അമ്മയോട് പറയും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സാബു എന്ന് പറഞ്ഞ് ഇതുപോലെ ഒരു സഹപ്രവർത്തനമുണ്ട്, ആ ഇല്ലിച്ചലയുള്ളതാണ് മോനിച്ചൻ സാബു. അപ്പോൾ സാബു ഒരിക്കൽ ഓടി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ, അച്ഛാ നമ്മളുടെ ആ സ്ഥലത്തില്ലേ കുട്ടനാട്ടിൽ, അവിടെ വേറെ ഒരു പാർട്ടി അവിടെ വിതക്കണം എന്ന് പറഞ്ഞു. അവരൊരു 2-3 ഏക്കർ നേരത്തെ അവിടെ നിന്ന് കയ്യേറി എടുത്തിട്ടുണ്ട്, ഇപ്പം അടുത്ത കൂടി വിതയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനുടനെ ഒരു നീട്ടിപ്പിടിച്ച് കത്തെഴുതി പിതാവിന് കൊടുത്ത്, എന്തെങ്കിലും രേഖ ഉണ്ടെങ്കിൽ പിതാവ് തരണമെന്നും പറഞ്ഞു ബിഷപ്പ് ഹൗസിൽ. അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പിതാവിന് വിൽപ്പത്തത്തിൻ്റെ ഒരു പേജ് ഫോട്ടോസ്റ്റാറ്റ് കിട്ടി. അത് കണ്ണായ ഒരു പേജ്, പണ്ടെങ്ങാട് കൊടുത്താലേ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റാണ് വിൽപ്പത്തത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ട് അത് ഉടനെ വക്കീലിന് കൊടുത്തു. ബിഷപ്പ് ഉടനെ വക്കീലിനെ വിളിപ്പിച്ച് വക്കീലിന് കൊടുത്തു. വക്കീലത് കോടതി കൊടുത്ത്, അപ്പോൾ ഇനി അത് പോക്കോരോ ചെയ്ത് അളന്ന് ടാക്സ് അടച്ച് ടെസ്റ്റ് ചെയ്ത് വാങ്ങിക്കണം. അതൊന്നും ഭയങ്കര പാടാണ്, കിട്ടത്തില്ല. അപ്പം അതിന് കോടതി എന്ന് ഉടനെ പറഞ്ഞ് ആ വസ്തു നിങ്ങളുടേതാണെന്ന് തെളിയിക്കാൻ എന്തെങ്കിലും ഡോക്യുമെൻ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വക്കീൽ പറഞ്ഞ് നമ്മുടേതാണെന്ന് ആ വസ്തു നമ്മളിപ്പം ഇപ്പോഴും നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതിന് ഡോക്യുമെൻ്റ് വേണമെന്ന് പറഞ്ഞു. ഇപ്പോഴും നമ്മുടെ ആ വസ്തു നമ്മുടെ കൈകാര്യത്തിലാണ് ഡോക്യുമെൻ്റ് വേണമെന്ന്. അപ്പോൾ എന്ത് ചെയ്യാനാണ്, ആ വസ്തു ഒരു ട്രാക്ടറിനെ വിളിച്ച് ആ വസ്തു ഈ പാടത്തിന് കണ്ണെത്താ ദൂരത്ത് കിടക്കണത്, നോക്കത്താ ദൂരത്ത് കിടക്കുകയാണ്. അവിടെ നമ്മൾ ഇന്ത്യ എങ്ങനെയും ചെല്ലണം. അവിടെ
എന്നിട്ട് ട്രാക്ടറിനെ വിളിച്ച് അവിടെ പോയി അത് ട്രാക്ടർ ഓടിച്ച് നമ്മളവിടെ നിർത്തി, അച്ഛനെ ഈ ലോഹയിട്ട് അവിടെ നിർത്തിയിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് കോടതി കൊടുക്കണം. സ്റ്റിൽ ഇറ്റ് ഈസ് ഇൻ അവർ യൂസേജ് കൺട്രോൾ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതത്ര പെട്ടെന്ന് നടക്കണ കാര്യമല്ല. കാരണം ആ സ്ഥലത്തുള്ള എല്ലാം ഒരു പ്രത്യേക പാർട്ട് കൈകാര്യം ചെയ്ത് കയറി എടുത്തേക്കാണ്. ഇത് മിച്ചഭൂമി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരുടെ തെറ്റിദ്ധാരണ അടിച്ച് ഏൽപ്പിച്ചിട്ട് ഇതവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ തലവട്ടം അവിടെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ കൂടുകയും ഇല്ലാത്ത ഇഷ്യൂ ഉണ്ടാകുകയും ചെയ്യും. അപ്പം അതിന് ഞാനവിടെ ചെല്ലുമ്പോൾ കർത്താവ് ഒരു പണി ചെയ്തു. എന്താണെന്നറിയാമോ? അതായത് ചുറ്റുവട്ടത്ത് ഭയങ്കര മഴ. അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തിന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് സംഭവം. അവിടെ വല്ല വെയില വല്ല ഉണ്ടെങ്കിൽ ആൾക്കാരെല്ലാം എന്നെ കാണുമ്പോൾ ഓടിക്കോളും. അപ്പോൾ ഭയങ്കര മഴ. പക്ഷെ ഒരു കാര്യമുണ്ട്, മഴയുണ്ടെങ്കിലും ആ പാടശേഖരനൊന്നും ട്രാക്ടർ കാണാനില്ല. അപ്പം ഞങ്ങൾ എന്ത് വെച്ചാൽ, ഞാൻ കുഞ്ഞുചേട്ടനും കൊന്തയുടെ ആളാണ്. ഞങ്ങൾ രണ്ടും കൂടി നേടി മഴയത്ത് നിന്നുകൊണ്ട് കൊന്തയിൽ ചെയ്യണം അവിടെ. കാര്യം എന്താ എവിടെ തുടങ്ങണമെന്ന് അറിയത്തില്ല. അപ്പോൾ കൊന്ത ചെല്ലണ സമയത്തുണ്ടല്ലോ, കൊന്തയിൽ തിരയാകുമ്പോൾ ഈ മഴയുടെ ഈ മഴ നിഴലില്ലേ ഒരു 2-3 കിലോമീറ്റർ അകലെ ഒരു നിഴൽ പോലെ ട്രാക്ടർ ഓടുന്നുണ്ട്. അത് മാതാവ് കാണിച്ചു തന്നാണ്. അപ്പോൾ ആ ട്രാക്ടറിനെ വിളിക്കണം. പക്ഷേ നമ്മുടെ നമ്പറൊന്നും, നമുക്ക് ആ സ്ഥലത്ത് ഞാൻ ആദ്യം ചെല്ലുകയും നമ്മുടെ നമ്പറൊന്നുമില്ല. അപ്പോൾ ആ വഴിക്ക് കൂടി തന്നെ കുടയും ചൂടി പോകണം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ആ ട്രാക്ടറിൻ്റെ നമ്പർ കിട്ടാൻ എവിടെ വല്ല മാർഗമുണ്ട്? അപ്പോൾ അയാൾ പറഞ്ഞത് മോട്ടോർ പേരെ ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഈ മഴയത്ത് മോട്ടോർ പേരിലോട്ട് നടന്ന് മോട്ടോർ വരെ ചെന്നപ്പോൾ ആ ട്രാക്ടറിൻ്റെ നമ്പർ കിട്ടി. ഞങ്ങൾ ഈ മഴയത്ത് അയാളെ വിളിച്ചു. വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞ്, അങ്ങനെയൊന്നും വരാൻ പറ്റത്തില്ല, നമ്മൾ സ്ഥിരം കുറ്റികളല്ലല്ലോ. ഇവിടെ ഞാൻ ഏറ്റവും കുറേ സംഭവങ്ങളുണ്ട്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക, മഴയത്ത് വരാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. തന്നെയല്ല, ആ സ്ഥലം ഇന്ന ആൾക്കാർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതൊരു തർക്കപ്പുരയിടമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ സ്ഥിരമായിട്ട് അവിടെ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ട്രാക്ടറുകാരനാണ്. അപ്പം എൻ്റെ മാതാവ് എനിക്ക് തന്നൊരു അതാണ്ട് ഇത് ഈ പ്രേയർ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യമാണ്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. ഞാൻ ഉടനെ പറഞ്ഞു, ചേട്ടാ ഒരു 10 മിനിറ്റ് വന്നാൽ മതി, 1 മിനിറ്റിന് ചേട്ടന്. അപ്പോൾ ഒരു 10 മിനിറ്റ് വന്നാൽ മതി, ചേട്ടന് 5000 രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ പുള്ളിക്ക് മനസ്സിലായി സീരിയസ് ആണ്, നമ്മൾ ആത്മാർത്ഥമുള്ളവരാണ് മനസ്സിലായത്. നോക്കട്ടെ മഴ ഒന്ന് തോരട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ചെറിയൊരു മഴ തുറന്നപ്പോൾ തന്നെ പുള്ളി 10 മിനിറ്റ് അപ്പോൾ കാര്യമല്ലേ. ഞങ്ങളിവിടുന്ന് ഈ മഴയത്ത് ഈ കുറേ പോകണം, അതിൻ്റെ അകത്ത് 1.5 കിലോമീറ്റർ നടക്കണം. അപ്പോൾ ഞാൻ ലോഹയൊക്കെ ഊരി തയ്യൽ ഓല കെട്ടി വെച്ചിരിക്കുക. താഴെയുടെ നനഞ്ഞ് കുതിർന്നു പോയി. പിന്നെ ഈ പാൻസ് ഇട്ടുകൊണ്ട് ഇറങ്ങി ഈ പാടശേഖരത്തിൻ്റെ വരമ്പിൽ കൂടി പോവുകയാണ്. നല്ല മഴയാണ്. പിന്നെ കുറേ വരമ്പ് ചിലപ്പോൾ കുഴമ്പില്ല. അവിടെ പിന്നെ നമുക്ക് ഇങ്ങനെ അരവപ്പം ഈ മുട്ടപ്പം വെച്ച് നീന്തി. പക്ഷെ അവിടെയൊക്കെ അണലി ഉള്ളതാണ് ശരിക്കും. എൻ്റെ ഒരു സുഹൃത്ത് അണലി കടിച്ച് അവിടെ മരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സമയത്തൊന്നും ഈ മഴ അല്ലെങ്കിൽ നീന്തൽ അല്ലെങ്കിൽ ഇതൊന്നും ദൈവം നമ്മളെ അറിയിക്കത്തില്ല. അതാണ് എൻ്റെ വിഷയം. അതായത് ഒന്നും നിന്നെ ഉപദ്രവിക്കത്തില്ല. കർത്താവിന് നമ്മുടെ കുറേ വാഗ്ദാനങ്ങളുണ്ടേ. നിങ്ങളെ സർപ്പങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടില്ലേ, നിങ്ങളെ സർപ്പങ്ങളെ കയ്യിലെടുക്കും, നിങ്ങൾ ഉപദ്രവിക്കത്തില്ലെന്ന് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള നെഗറ്റീവ് ഒന്നും, അതാണ് ഞാൻ ഇന്ന് പറഞ്ഞത്, അത് ദൈവം ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് കളയും. നമ്മൾ ആ സമയത്ത് അണലിയെക്കുറിച്ച് ചിന്തിക്കണില്ല, മഴയെക്കുറിച്ചോ വെള്ളത്തെക്കുറിച്ചോ നമ്മൾ വീഴുമോ അങ്ങനെ ഒന്നും ചിന്തിക്കണില്ല. അപ്പം നമ്മളെ ചിന്തിപ്പിക്കാതെ, നെഗറ്റീവ്സ് ഒന്നും ചിന്തിപ്പിക്കാതെ ദൈവം മാരകമായി എന്ത് കഴിച്ചാലും നിനക്ക് ഒരു ഉപദ്രവം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞില്ലേ. ഈ മാരകമായി ഒന്നും നമ്മളെ കഴിപ്പിക്കാൻ പോലും അതിനെക്കുറിച്ച് ഓർപ്പിക്കാതെ നമ്മൾ സ്പോട്ടിൽ ചെല്ലുക. അതാണ് ഈ പ്രാർത്ഥന ഗുണം. അപ്പം നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമല്ല. പ്രാർത്ഥന ഒരു ജീവശ്വാസം പോലെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ജീവിതത്തിൻ്റെ ഒരാളായിട്ട് മാറിയാൽ ഇതുപോലെയുള്ള സമയം വരുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം കാണിക്കും. എന്താണ്? ആൾക്കാർ ഓടിക്കൂടായിരിക്കാം, മഴ പെയ്ച്ചു, അണലിയും പാമ്പൊക്കെ കൊണ്ടുള്ള സ്ഥലത്ത് കൂടി എന്നെ അത് അറിയിക്കാതെ കൊണ്ടുപോയി ഈ ട്രാക്ടർ കയറിയാണ് കറക്റ്റ് സ്പോട്ടിൽ വന്ന് ആ സമയത്ത് കുഞ്ഞുചേട്ടൻ ഇയാളെ ഉഴുത് ഞാൻ നടന്നതിൻ്റെ കൂടെ അയാൾ ഫോട്ടോ എടുത്ത് കോടതി കൊടുത്ത്
കോടതി വസ്തു അളക്കാൻ തീരുമാനിച്ചു. അളന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ രേഖ കൊണ്ട് കാര്യം കോടതി അത് പോക്കുവരെ ചെയ്തിരുന്നു. അപ്പോൾ അവിടുന്ന് നമുക്ക് ആദ്യം അനുവാദം കിട്ടിയിരുന്നു. നമ്മുടെ രേഖ കൊണ്ട് പിന്നെ അളവിൻ്റെ പ്രശ്നത്തിലേ ഉള്ളൂ കുഴപ്പം വരുന്നത്. അപ്പം അതിന് അളവ് വെച്ചു. അപ്പോൾ പെട്ടെന്ന് കാര്യം ഇപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. പക്ഷെ നമ്മളെപ്പോഴും നിങ്ങൾ ഈ നടക്കാത്ത കാര്യം എന്ന് പറയുമ്പോൾ ഒന്ന് അത് നടക്കത്തില്ലെന്നല്ല, ദൈവത്തിനെ കൊണ്ട് നടക്കും. എങ്ങനെയാണ് ഇപ്പം നമുക്കെന്താ വിചാരിക്കണേ? കാര്യം കാണാൻ വേണ്ടി മാത്രം ദൈവത്തിൻ്റെ അടുത്ത് പോവുകയും അത് കഴിയുമ്പോൾ പിന്നെ വെള്ളവെടിയും തോന്നിവാസവും പോക്കൃത്വമൊക്കെ ആയിട്ട് ജീവിച്ചാൽ ദൈവത്തെ നിങ്ങളെ വിശ്വസിക്കാൻ പറ്റത്തില്ല. യോഹന്നാൻ 2:24. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവൻ ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. ദൈവത്തിനെ വിശ്വസിപ്പിച്ചെടുക്കണം. അതാണ് ഏറ്റവും ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിപരമായ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തിനെ ആശ്രയിക്കുന്നു, ദൈവത്തിനെ കൊണ്ട് ജീവിക്കുന്നു. അത് ആ ദൈവത്തിന് ആനുകൂല്യത്തിന് വേണ്ടിയല്ല, അത് ദൈവത്തിന് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞുള്ള ഒരു റിലേഷൻസ് നർച്ചർ ചെയ്ത് രൂപപ്പെടുത്തിയെടുത്താൽ നമുക്ക് ലോകത്തെ ജയിക്കാൻ പറ്റും. ാണ് ഇവിടെ സാക്ഷ്യം പറയുന്നത്. സാക്ഷ്യം പറയാൻ അനുവദിച്ച പരിശുദ്ധ ഈശോയ്ക്കും പരിശുദ്ധ മാതാവിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്തവണ സാക്ഷ്യം പറയുന്നത് എൻ്റെ PhD-യുമായി ബന്ധപ്പെട്ടുള്ള സാക്ഷ്യമാണ്. ഞാൻ 2019 PhD-ക്ക് രജിസ്റ്റർ ചെയ്യുന്നത്. 2023 ഉടമ്പടി എടുക്കുന്നത്. അപ്പം ആദ്യത്തെ ഒരു 3-3.5 വർഷം ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയാതെ കോഴ്സ് വർക്ക് എക്സാമും അതുപോലെ മറ്റ് ചില DC മീറ്റിങ്ങുകളും ഒക്കെ കഴിഞ്ഞു പോയതല്ലാതെ പ്രധാനപ്പെട്ട കടമ്പകളിലേക്കൊന്നും കടക്കാൻ സാധിച്ചിരുന്നില്ല. നിരവധി തടസ്സങ്ങളുണ്ടായിരുന്നു. വൈഫാണ് ഇവിടെ ഉടമ്പടി എടുത്തത് ആദ്യം. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം PhD-യിൽ വ്യക്തമായ മാറ്റങ്ങളുണ്ടായി. ഞങ്ങൾ സ്ഥിരമായിട്ട് എല്ലാ മാസവും വരും, പത്രങ്ങൾ വാങ്ങി വിതരണം ചെയ്യും. അങ്ങനെ ഉടമ്പടി ധ്യാനങ്ങളിൽ പങ്കെടുക്കും. അങ്ങനെ PhD-ക്ക് ആദ്യം മുതൽ തന്നെ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി. മെയിനായിട്ട് പബ്ലിക്കേഷനുകളിലായിരുന്നു ഇത് പെൻഡിങ് ആയി കിടന്നു. കാരണം സ്കോപ്പസ് ഇൻഡെക്സഡ് പോലെയുള്ള ഇൻ്റർനാഷണൽ പബ്ലിക്കേഷനുകളൊക്കെ ചെയ്താൽ മാത്രമേ, ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഒരു സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അത്തരത്തിലുള്ള പബ്ലിക്കേഷനുകളായിരുന്നു അക്സെപ്റ്റ് ചെയ്തിരുന്നത്. മിനിമം 2 പബ്ലിക്കേഷനുകളെങ്കിലും ചെയ്താൽ മാത്രമേ സിനോപ്സിസ് വൈവ അവതരിപ്പിക്കാൻ അനുവദിക്കുമായിരുന്നുള്ളൂ. അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു പബ്ലിക്കേഷനുകൾ. പക്ഷേ ഇതൊക്കെ ഡീലിസ്റ്റായി പോവും. കാരണം ഈ സ്കോപ്പസ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഇത് ഡീലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്ത പബ്ലിക്കേഷൻ ചെയ്ത് 2-3 മാസം കഴിയുമ്പോൾ ഇത് ഡീലിസ്റ്റായി പോകും. അപ്പോൾ വൈവ PhD തീസിസ് വയ്ക്കുന്ന സമയത്ത് ഈ 2 പബ്ലിക്കേഷനുകളും ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് വൈവ അവതരിപ്പിക്കാനുള്ള ഇതും അതുപോലെ PhD നമുക്ക് അനുവദിക്കുകയും ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ മുൻപ് ഇവിടെ വരുന്നതിന് മുൻപ് ചെയ്തിരുന്ന പബ്ലിക്കേഷനുകളൊക്കെ ഡീലിസ്റ്റായി പോയതുകൊണ്ട് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു ബ്ലാങ്ക് കണ്ടീഷനിലാണ് ഞാനിവിടെ വരുന്നത്. അപ്പം PhD ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ചിന്ത വരെ ആ സമയത്തുണ്ടായിരുന്നു. പിന്നീട് ഇവിടെ വന്നതിന് ശേഷം നമ്മളെ അതുവരെ സപ്പോർട്ട് കിട്ടാതിരുന്ന പല ഭാഗത്തുനിന്നും, ഇപ്പോൾ CRD ഡയറക്ടർ ഉൾപ്പെടെ ഗൈഡ്, കോ-ഗൈഡ് എല്ലാവരും നമ്മളോടൊപ്പം വളരെയധികം സഹകരിക്കുകയും ഞാൻ പിന്നീട് ചെയ്ത പബ്ലിക്കേഷനുകളൊക്കെ കറക്റ്റായിട്ട് ലിസ്റ്റഡായി പോവുകയും ഇതിന് മുൻപ് ചെയ്ത ഒരു പബ്ലിക്കേഷൻ്റെ കവറേജ് കിട്ടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ എനിക്ക് സിനോപ്സിസ് വയ്ക്കാനുള്ള ഒരു അവസരം കിട്ടി. അത് മാതാവിൻ്റെ ഒരു ശക്തമായ ഇടപെടൽ ഈ പബ്ലിക്കേഷനിലുണ്ടായി. അങ്ങനെ 4 പബ്ലിക്കേഷനുകൾ എനിക്ക് ചെയ്യാൻ സാധിച്ചു, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ. അങ്ങനെ പിന്നീട് സിനോപ്സിസ് വൈവ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അന്നും ഞാൻ ഈ നേർച്ച വസ്തുക്കൾ ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ടാണ് വൈവ അവതരിപ്പിച്ചത്. അതിനുശേഷം തീസിസ് വയ്ക്കുന്ന സമയം വന്നു. തീസിസ് വയ്ക്കുന്ന സമയത്ത് ശരിക്കും ഒരു ദിവസം രാത്രിയിൽ ആണ് ഞാൻ ഈ തീസിസ് എൻ്റെ കയ്യിൽ പ്രിൻ്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പം എനിക്ക് മാതാവിനെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ തമിഴ്നാട്ടിലായതുകൊണ്ട് എനിക്കിവിടെ വരാനുള്ള ഒരു സാഹചര്യമില്ല. അപ്പോഴാണ് ആദ്യമായിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ എല്ലാ ദിവസവും ഡെയിലി ബ്ലഡ് കേൾക്കും അച്ഛൻ്റെ. അതാണ് ശരിക്കും എൻ്റെ ഒരു പോസിറ്റീവ് എനർജി അതാണ്. കാരണം ചിലപ്പോഴൊക്കെ രാത്രി കാലങ്ങളിൽ ഞാൻ ഉറങ്ങാറില്ല. കാരണം ഈ ഇതിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് രാവിലേക്ക് ഇരുന്നാൽ ചിലപ്പം പിറ്റേ ദിവസം രാവിലെ 5:30 ആകുമ്പം അലാറം വെച്ചിട്ടുണ്ട് ഡെയിലി ബ്ലഡ് കേൾക്കാൻ.
അപ്പോൾ അതിനാണ് ചിലപ്പോൾ ഞാൻ എണീക്കുന്നത്, എണീറ്റ് കസേരയിൽ നിന്ന് എണീറ്റ് ഡെയിലി ബ്ലഡ് കേട്ട് ഫ്രഷായിട്ടാണ് പിന്നെ വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഡെയിലി ബ്ലഡ് കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ആദ്യമായിട്ട് ഡോക്യുമെൻറ്റ്സ് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ അന്ന് ആദ്യമായിട്ടാണ് അത് ചെയ്യുന്നത്. അതിനുശേഷം ജൂലൈ മാസത്തിലാണ്. അപ്പോൾ അങ്ങനെ ഡോക്യുമെൻറ്റ്സ് എൻ്റെ തീസിസ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് സബ്മിറ്റ് ചെയ്തത്. അന്ന് 2 കോപ്പിയാണ് സബ്മിറ്റ് ചെയ്യുന്നത്. ഒന്ന് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു എക്സ്റ്റേണൽ എക്സാമിനർക്കും, ഒന്ന് ഫോറിൻ യൂണിവേഴ്സിറ്റിയിലെ എക്സ്റ്റേണൽ എക്സാമിനർക്കും. അങ്ങനെ അത് രണ്ടും സബ്മിറ്റ് ചെയ്തതിന് ശേഷം അത് അച്ഛനിലൂടെ മാതാവിൻ്റെ ഇടപെടൽ എനിക്ക് കിട്ടാൻ തുടങ്ങി. പിന്നീട് എൻ്റെ അടുത്ത ഒരു 4 കോപ്പി സബ്മിറ്റ് ചെയ്യേണ്ട ഫൈനൽ സബ്മിഷൻ സമയത്ത് എനിക്ക് ഇവിടെ വന്ന്, ഞാൻ തീസിസുമായിട്ട് ഇവിടെ വന്ന് മാതാവിനെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കിവിടെ വന്നിട്ട് എനിക്ക് അൾത്താരയിൽ അതൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എനിക്കതൊരു വിഷമമുണ്ടായി. അങ്ങനെ ഞാൻ ചെന്ന് പിറ്റേ ദിവസം രാവിലെ ഡെയിലി ബ്ലഡ് കേൾക്കുമ്പോൾ അച്ഛൻ പറയുന്നു, അത് നവംബർ മാസത്തിലാണ് അവസാനം 29-ാം തീയതി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് ഡിസംബർ 7-ാം തീയതി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസമായതുകൊണ്ട് അൾത്താരയിൽ കയറാൻ എല്ലാവർക്കും അനുമതി തരുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. അങ്ങനെ ഡിസംബർ 7-ാം തീയതി ഞങ്ങളിവിടെ വന്നു, അമ്മയെ കണ്ട് ഈശോയ്ക്കും അമ്മയുടെ അടുത്ത് തീസിസ് സമർപ്പിച്ചിട്ടതിന് ശേഷമാണ് യൂണിവേഴ്സിറ്റിയിൽ തീസിസിൽ സബ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അത് സമർപ്പിക്കുകയും അപ്രൂവൽ കിട്ടുകയും അങ്ങനെ ജനുവരിയിൽ തന്നെ തീസിസിൻ്റെ അപ്രൂവൽ കിട്ടി, യൂണിവേഴ്സിറ്റി അംഗീകരിച്ചു. അതിനുശേഷം വൈവയുടെ സമയമായി. വൈവയുടെ സമയമായപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് മാതാവിന് എന്നോടൊപ്പം വന്ന് നിൽക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ദിവസം മതി വൈവ, എനിക്ക് തിരക്കില്ല. അങ്ങനെയാണ് ഞാനിവിടെ വരുമ്പോഴും ഡെയിലി ബ്ലഡ് സമയത്തും അതുപോലെ ഉടമ്പടി ധ്യാനത്തിലുമൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എനിക്ക് ഏപ്രിൽ 2-ാം തീയതിയാണ് ഡേറ്റ് കിട്ടുന്നത്. അപ്പോൾ ഏപ്രിൽ 2-ാം തീയതി ഡേറ്റ് കിട്ടിയപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ഏപ്രിൽ 2-ാം തീയതി പെസഹ വ്യാഴമാണ്. അപ്പം എനിക്കൊരു വിഷമമുണ്ട്, ഇനി ഇതിവിടെ വലിയ തിരക്കുള്ള ദിവസമായതുകൊണ്ട് ഇനി എനിക്ക് മാതാവിനെ എൻ്റെ അടുത്തേക്ക് എത്താൻ സാധിക്കുമോ, പ്രാർത്ഥനയ്ക്ക് ഒത്തിരിയുള്ള ദിവസമാണ്. പക്ഷേ അങ്ങനെ അതും അടുത്ത ദിവസം ഡെയിലി ബ്ലഡ് കേട്ടപ്പോൾ അച്ഛൻ ആ ഒരു കൺഫ്യൂഷനും മാറ്റി. കാരണം ഇവിടെ പ്രാർത്ഥനകളില്ല. പെസഹ വ്യാഴം, ദുഃഖ വെള്ളി, ദുഃഖ ശനി ദിവസങ്ങളിൽ പ്രാർത്ഥനയില്ല. അപ്പം എനിക്ക് അന്നേരം ഒരു കാര്യം ഉറപ്പായി, കാരണം മാതാവിന് എന്നോടൊപ്പം വന്ന് നിൽക്കാൻ പറ്റും. അങ്ങനെ ഞാൻ വൈവ അവതരിപ്പിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും 2-ാം തീയതി അന്നത്തെ ദിവസം മാതാവിൻ്റെ സാന്നിധ്യം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ അന്നത്തെ കൂട്ട് തന്നെ ഒപ്പിട്ട് പ്രാർത്ഥിക്കുകയും അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും അതോടൊപ്പം തന്നെ സഞ്ചാരി മാതാവ് എന്ന് പറഞ്ഞ കൊല്ലത്ത് നിന്നുള്ളൊരു വാട്സാപ്പ് കൂട്ടായ്മയുണ്ട്, വൈഫ് ഉൾപ്പെടെയുള്ള. അപ്പോൾ അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അപ്പം ഈ ലൂക്കായുടെ സുവിശേഷം 12:12 ഇതാണ് മിക്കവാറും ഈ വൈവ അവതരിപ്പിക്കുന്ന സിനോപ്സിസ് സമയത്തും അതുപോലെ തീസിസിൻ്റെ വൈവ അവതരിപ്പിക്കുന്ന സമയത്തുമൊക്കെ എനിക്ക് സ്വാധീനം ചെലുത്തിയ ഒരു വചനം. നമുക്ക് സംസാരിക്കാനുള്ളത് നമുക്ക് ദൈവം ആ സമയത്ത് നമ്മുടെ മനസ്സിൽ കൊണ്ട് തന്ന് സംസാരിപ്പിക്കും എന്നുള്ളത്. അപ്പോൾ എനിക്കൊരു പ്രാർത്ഥന എന്നുള്ളത്, ഈ വൈവ ഈ സാധാരണഗതിയിൽ ഈ പ്രസൻറ്റേഷൻ സ്ലൈഡ് നമ്മുടെ ഉണ്ടെങ്കിലും പ്രൊജക്ടറിൽ ഈ പ്രസൻറ്റേഷൻ സ്ലൈഡ് കാണിച്ചിട്ടാണ് നമ്മൾ വൈവ അവതരിപ്പിക്കേണ്ടത്. ഓൺലൈനിലും ഓഫ്ലൈനിലും കൂടി ഒരുമിച്ചാണ് ഇത് നടക്കുന്നത്. ഇപ്പോൾ ഓൺലൈൻ ഒരു 10-70 പേര് ഉണ്ടാവും, നേരിട്ട് കാണാൻ വേണ്ടി ഒരു 100-100 പേരിന് മേളിലുണ്ടാവും. അപ്പം ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ നിരവധി ചോദ്യങ്ങൾ വരും, അതിനൊക്കെ ഉത്തരം പറയണം. അങ്ങനെ അത്തരത്തിലുള്ള ഒത്തിരി ടെൻഷനുകളും കാര്യങ്ങളും ഒക്കെയുള്ള സമയത്ത് മാതാവിൻ്റെ പൂർണ്ണമായ സാന്നിധ്യം, ഞാൻ ഈ സ്റ്റാറ്റിറ്റിക്കൽ വാല്യൂസ് ഉൾപ്പെടെയുള്ള നിരവധി സ്റ്റാറ്റിറ്റിക്കൽ അനാലിസിസുകളുണ്ട്, ഇതൊക്കെ ഞാൻ നോക്കാതെ തന്നെ കാണാതെ പഠിച്ച് പറയുന്ന രീതിയിലുള്ള ഒരു രീതിയിൽ ഭയങ്കരമായൊരു കോൺഫിഡൻസ് ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ കാണാതെയാണ് പറഞ്ഞ് കേൾപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാറ്റിറ്റിക്സ് ഒക്കെ ഇങ്ങനെ ബൈ ഹാർട്ടായിട്ട് പറയുന്നത് കേട്ടിട്ട് ഈ സ്റ്റാറ്റിറ്റിക്സ് ചോദിക്കാൻ വന്നിരുന്ന എക്സാമിനേഴ്സ് പോലും പലരും എന്നോട് ചോദ്യങ്ങൾ വലുതായിട്ട് ചോദിച്ചില്ല. കാരണം ഇദ്ദേഹത്തിന് ഇത് നമ്മൾ നല്ല രീതിയിൽ അവതരിപ്പിച്ചു എന്നുള്ളതുകൊണ്ട്. എങ്കിലും നിരവധി ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്ന വളരെ നല്ല ചോദ്യങ്ങളായിരുന്നു. മാതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടി എനിക്ക് വളരെ നല്ല രീതിയിൽ വൈവ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ എനിക്ക് ഡോക്ടറേറ്റ് നേടുവാൻ സാധിച്ചു. ഞാൻ ഇത് സാക്ഷ്യം പറയാത്തത് കൊണ്ട് ഞാനിതുവരെ 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെസഹ വ്യാഴത്തിൻ്റെ അന്നാണ് ഇത് കിട്ടിയത് കൊണ്ട് ഞാൻ വൈഫിനോട് പറഞ്ഞു ഇത് ആരുടെടുത്തും അനൗൺസ് ചെയ്യേണ്ട, കാരണം പിന്നെ ദുഃഖവെള്ളിയാണ്, നമുക്ക് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമായതുകൊണ്ട് ഈസ്റ്ററിൻ്റെ അന്നാണ് ഞങ്ങളിത് അനൗൺസ് ചെയ്തത് PhD കിട്ടിയെന്നുള്ള കാര്യം.
പിന്നീട് ഇതുവരെ ഞാൻ എൻ്റെ പ്രൊഫൈലിൽ ഡോക്ടർ എന്നുള്ള രീതിയിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇവിടെ വന്നപ്പം സിസ്റ്ററാണ് ഈ ഡോക്ടർ പ്രതീക്ഷ എന്ന് പറഞ്ഞെഴുതി ഇങ്ങനെ വെച്ചത്. അപ്പം ഞാൻ ഇത് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം അതൊക്കെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ അതെല്ലാം പെൻഡിങ് വെച്ചിരിക്കുന്നത്. അപ്പം ഒരു തവണ കൂടി ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാനുള്ള ഒരു അനുമതി തന്ന പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ തമിഴ്നാട്ടിൽ പോകുമ്പോൾ തമിഴ് പത്രങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു. പിന്നെ ഈ ഓൾഡ് ഏജ് ഹോമുകളിലൊക്കെ പോവുകയും അനാഥാലയങ്ങളിൽ പോവുകയും പിന്നെ ആരെങ്കിലുമൊക്കെ സഹായിക്കണമെന്ന് മാതാവ് തോന്നിപ്പിക്കുന്ന ആളുകളെയൊക്കെ ഞങ്ങൾ സഹായിക്കാറുണ്ട്. പിന്നെ ഒത്തിരി പേരെ വൈഫ് ഇവിടെ കൊണ്ടുവരാറുണ്ട്. പിന്നെ എനിക്ക് PhD ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വചനങ്ങൾ ഞാനിപ്പോൾ പ്രാർത്ഥിച്ചിട്ടെടുക്കുന്ന ഒത്തിരി ടെൻഷനുള്ള സമയത്ത് നെഗറ്റീവ് ഫലമൊക്കെ വരുമ്പോൾ ഭയപ്പെടേണ്ട, അത് ഞാനാണ്, ധൈര്യമായിരിക്കൂ എന്ന് പറഞ്ഞൊരു വചനം. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ വരുന്ന സമയത്ത് ഇത് നടക്കുമോ ഇല്ലയോ എന്ന് പറഞ്ഞ സംശയം വരുന്ന സമയത്ത് മിക്കവാറും ഞാൻ പ്രാർത്ഥിച്ചിട്ടെടുക്കുമ്പം കിട്ടുന്ന വചനം, തോമസ് നിൻ്റെ കൈ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ വിരൽ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിൻ്റെ കൈ എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വസ്തനാകാതെ വിശ്വാസിയായിരിക്കുക എന്നൊക്കെ പറയുന്ന വചനങ്ങളാണ് എനിക്ക് കിട്ടിയത്. അതൊക്കെ എനിക്ക് വളരെ പോസിറ്റീവ് എനർജി. പിന്നെ അച്ഛൻ്റെ ഈ ഡെയിലി ബ്ലഡിലൂടെ അച്ഛൻ സ്ഥിരമായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജി കിട്ടിയ ഒരു കാര്യമാണ്. അപ്പം ധ്യാനവും ഡെയിലി ബ്ലഡും ഒക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ നേടിയെടുക്കാനും മാതാവിൻ്റെയും ഈശോയുടെയൊക്കെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. 119 സങ്കീർത്തനം 105, 106 തിരുവചനങ്ങൾ. അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അങ്ങയുടെ നീതിയുക്തമായ കൽപ്പനകൾ പാലിക്കുമെന്ന് ഞാൻ ശപഥപൂർവം നിശ്ചയിച്ചു. ഡോക്ടർ പ്രതീഷിൻ്റെ വളരെ നിഷ്കളങ്കമായ ഒരു സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ ഏറ്റുപറഞ്ഞത്. ഈ സാക്ഷ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രയത്നിച്ചത് സത്യത്തിൽ ഡോക്ടറിൻ്റെ ജീവിത പങ്കാളിയായ സിജിയാണ് ഉടമ്പടിയെടുത്ത് നിരന്തരമായി തൻ്റെ ഹസ്ബൻഡിനെ പ്രാർത്ഥനാപൂർവ്വം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ഉടമ്പടിയെടുത്തിൽ അവരുടെ ജോയിൻ്റ് ഉടമ്പടിയാണ് രണ്ടുപേരും കൂടി ചെയ്തിരുന്നു. പക്ഷെ രണ്ടുപേർക്കും വളരെ ആത്മാർത്ഥമായി വളരെ സന്തോഷത്തോടു കൂടി ഒരാൾക്ക് വേണ്ടിയുള്ള നിയോഗമായിരുന്നെങ്കിലും രണ്ടുപേരും വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും ത്യാഗമനസ്സോടും കൂടിയാണ് അവരുടെ പ്രാർത്ഥനകളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യപ്രവൃത്തികളും ചെയ്തിരുന്നത്. ഇവരുടെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ. 7 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയി അദ്ദേഹം PhD ട്രൈ ചെയ്യുകയായിരുന്നു. പക്ഷേ ഒന്നിനും ഒരു തീരുമാനം വരാത്ത ഒരവസ്ഥയിൽ ഇവിടെ വന്ന് അവരുടെ ഉടമ്പടി പുതുക്കി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ 4 വർഷം വളരെ ലാഗായി കിടന്നിരുന്ന പബ്ലിക്കേഷൻ്റെ ആക്ട് അത് വളരെ പെട്ടെന്ന് ഉടമ്പടിയെടുത്ത് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് 4 പബ്ലിക്കേഷൻ സെല്ലിംഗ് ആവാനുള്ളൊരു സാധ്യത ഉണ്ടായെന്ന് അദ്ദേഹം ഏറ്റുപറയുകയാണ്. അദ്ദേഹത്തിൻ്റെ വളരെ നിഷ്കളങ്കമായ ഒരു ഏറ്റുപറച്ചിൽ ഡെയിലി ബ്രെഡിൽ അച്ഛൻ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള അനുവാദം അച്ഛൻ പലതരത്തിലാണ് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നതും അമ്മ മാതാവ് നൽകുന്ന നിർദ്ദേശങ്ങളുമൊക്കെ കൃത്യം പാലിച്ചുകൊണ്ടാണ് ഓരോ ഡെയിലി ബ്രെഡിലും അതുപോലെ തന്നെ ചൊവ്വാഴ്ചത്തെ നമ്മുടെ ധ്യാനങ്ങളിലുമെല്ലാം പ്രബോധനങ്ങൾ നമുക്ക് നൽകുന്നത്. വളരെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അച്ഛൻ പറയുന്നു, ഇന്ന് നിങ്ങളുടെ ഡോക്യുമെൻറ്റുകളെല്ലാം സബ്മിറ്റ് പ്രാർത്ഥിക്കുക, ഞാൻ ഈശോയുടെ നാമത്തിൽ അവയെല്ലാം ആശീർവദിക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായി. അത് അദ്ദേഹം വളരെ ആത്മാർത്ഥമായി ഏറ്റെടുക്കുകയും ഇവിടെ വന്ന് അച്ഛനിൽ നിന്ന് നേരിട്ട് ആശീർവാദം സ്വീകരിക്കാൻ പറ്റാത്തവർക്കുള്ള നമുക്കെല്ലാമുള്ള ഒരു വലിയ സാധ്യതയാണത്. ഈശോയുടെ ആ നാമത്തിലുള്ള അനുഗ്രഹം നമുക്ക് അതിരാവിലെ 5:30 ലഭിക്കുന്നത്. അതുപോലെ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ തീസിസ് സമർപ്പിക്കുവാൻ എനിക്കൊരു ഡേറ്റ് വേണമായിരുന്നു. അങ്ങനെ ആ ഡേറ്റ് അന്വേഷിക്കുമ്പോഴാണ് അദ്ദേഹം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇനി ഡിസംബർ 7 അദ്ദേഹത്തിന് ആ തീസിസ് ഈശോയ്ക്കും അമ്മയ്ക്കും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു ചെന്ന് അത് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു അംഗീകാരം, ഒരു അലോട്ട്മെൻറ്റ് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ ആ കമ്മ്യൂണിക്കേഷൻ പരിശുദ്ധ അമ്മയുമായിട്ടുള്ള സ്നേഹവിനിമയം വളരെ ആത്മാർത്ഥതയുള്ള വളരെ നിഷ്കളങ്കമാണ്. ഇവിടെ അമ്മയ്ക്ക് തിരക്കില്ലാത്തൊരു ദിവസം എൻ്റെ വൈവയ്ക്ക് വേണ്ടി അമ്മ വരണം, അതൊരു ക്ഷണമാണ്. അങ്ങൻ്റെ കൂടെ വരണം, അങ്ങില്ലെങ്കിൽ എനിക്കൊന്നും സാധ്യമല്ല.
അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ദിവസം ഏപ്രിൽ 2, അത് പെസഹ വ്യാഴാഴ്ചയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അക്രൈസ്തവനായ ഈ സഹോദരനെ അതൊരു തിരക്കില്ലാത്ത ദിവസമാണ്. ക്രിസ്ത്യാനികളൊന്നും ഈശോയെയും പരിശുദ്ധമ്മയെയും അധികം ശല്യപ്പെടുത്താത്ത ദിവസമായതുകൊണ്ട് എൻ്റെ വൈവയ്ക്ക് അത് സാധ്യമായ ഒരു ദിവസമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി അമ്മ മാതാവിനെ കൂട്ടിക്കൊണ്ട് സഞ്ചാരി മാതാവിനെയും വിളിച്ച് അദ്ദേഹം ആ വൈവയ്ക്ക് റെഡിയാവുകയും ചെയ്തു. വൈഫിൻ്റെ ഒരു ഗ്രൂപ്പാണ്, ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് സഞ്ചാരി മാതാവ്. അതിലൂടെയെല്ലാം അവർ സഞ്ചരിക്കുകയാണ്, പരിശുദ്ധ അമ്മയെ സഞ്ചരിക്കുവാൻ അവർ അനുവദിക്കുകയാണ്. അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒരുപാട് സന്ദേശങ്ങളും പ്രാർത്ഥനകളും വചനങ്ങളും എല്ലാം അവർ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ആ ഗ്രൂപ്പിലെല്ലാം അവർ സജീവമാണ്. പ്രതീഷിൻ്റെ വൈവ പ്രസൻറ്റേഷനെ കുറിച്ച് അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി. ഒട്ടും തന്നെ ഭയപ്പാടില്ലാതെ എല്ലാവരുടെയും മുന്നിൽ വളരെ ധൈര്യത്തോടു കൂടി വൈവ പ്രസൻറ്റ് ചെയ്യാൻ 2 മണിക്കൂർ വരുന്ന ആ ഒരു പ്രസൻറ്റേഷൻ ഒട്ടും തന്നെ ശങ്ക കൂടാതെ, ഒട്ടും തന്നെ ആശങ്ക കൂടാതെ അത് പ്രസൻറ്റ് ചെയ്യാനുള്ള പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ആ ഒരു സാമീപ്യം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. നമ്മുടെ ഏതൊരു കാര്യത്തിലും നമുക്ക് ഭയം നമ്മെ ഇല്ലാതാക്കുന്നത് ഈശോ നമ്മോട് കൂടെ നമ്മെ അനുഗ്രഹിക്കുമ്പോഴാണ്. നമ്മൾ അനുഗ്രഹങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രമല്ല ഉടമ്പടി എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ ഇതൊരു ജീവിത ക്രമമായി അദ്ദേഹം സ്വീകരിച്ചിരിക്കുകയാണ്. 5:30 തുടങ്ങുന്ന ആ പ്രാർത്ഥന, അതുപോലെ തന്നെ അച്ഛൻ്റെ പ്രബോധനങ്ങളെല്ലാം എത്ര തന്നെ തിരക്കിലായാലും ഏതെല്ലാം പഠനങ്ങളിലായാലും ജോലിയിലായാലും ഇത് കഴിഞ്ഞിട്ടുള്ള ഇതാണ് എൻ്റെ പ്രയോറിറ്റി എന്ന്, ദൈവമാണ് എൻ്റെ പ്രയോറിറ്റി, എൻ്റെ വിഷയമല്ല എൻ്റെ പ്രയോറിറ്റി എന്ന് ഈശോയ്ക്ക് തോന്നാൻ മാത്രം നമ്മുടെ ജീവിത രീതി ക്രമപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ആശങ്കകൾ കൂടാതെ നമ്മുടെ ഏതൊരു പ്രതിസന്ധികളിലും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാൻ അവൻ പറയുന്നത് പോലെ ചെയ്താൽ മതിയെന്ന് പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്. ഉടമ്പടി ഉടൻ പരിഹാരമാകണമെങ്കിൽ ദൈവത്തിന് തന്നെ പ്രയോറിറ്റി കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സങ്കീർത്തനങ്ങളിൽ പറയുന്ന പോലെ, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവൻ നമ്മോട് കാണിച്ചത്. ആ സ്നേഹത്തിനുള്ള ഒരു പ്രതിനന്ദിയാണ് ഇപ്പോൾ ഇവരുടെ കാരുണ്യപ്രവൃത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉടമ്പടിയെ കുറച്ചുകൂടെ ത്യാഗോജലമാക്കുവാനും സ്നേഹമയമാക്കുവാനും നമ്മുടെ ഉടമ്പടി നമുക്ക് വിശ്വസ്തയോടുകൂടി മുന്നേറിക്കൊണ്ട് ജീവിക്കാം. ഡോക്ടർ പ്രതീഷിനും കുടുംബത്തിനും ലഭിച്ച ആദ്യം തന്നെ അദ്ദേഹം ഈശോയോട് പറഞ്ഞു, അങ്ങയോട് പറയാതെ ഞാൻ എൻ്റെ ഡോക്ടർ പദവി ഞാൻ വിളിക്കുകയില്ല, ഞാനത് എൻ്റെ പുസ്തകങ്ങളിലോ എൻ്റെ പബ്ലിക്കേഷനിലോ അല്ല ഒരിടത്തും ഞാനത് അപ്ലൈ ചെയ്യുകയില്ല. ഇപ്പോഴാണ് ഈശോയുടെ ഒരു അംഗീകാരത്തോടു കൂടിയാണ്, പരിശുദ്ധ അമ്മയുടെ ക്ഷണനത്തോടു കൂടി പറയുന്നു. ദൈവത്തിനൊന്നും അസാധ്യമല്ല. എൻ്റെ പേര് ആനി, ഇതെൻ്റെ അമ്മ പപ്പ. ഞങ്ങൾ ട്രിവാൻഡ്രത്തുനിന്ന് വരുന്നു. ഞാൻ സെപ്റ്റംബർ 2, 2023 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. നഴ്സിംഗ് കഴിഞ്ഞ് OET പഠിക്കുന്ന ടൈമിലാണ് ഉടമ്പടി എടുത്തത്. അവിടെ ഇങ്ങനെ എല്ലാവരും പറയുമായിരുന്നു, OET എന്ന് പറഞ്ഞാൽ ടഫായിട്ടുള്ള എക്സാമാണ്, അപ്പം മാതാവിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിലേ നമുക്കത് പാസ്സാവാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ചേർന്നാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പം ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പ്രെയറൊക്കെ നല്ലോണം ചൊല്ലുമായിരുന്നു, പക്ഷേ കാരുണ്യ പ്രവൃത്തികളൊന്നും അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ ഉള്ളിലെവിടെയോ മാതാവ് കാക്കും, മാതാവ് പാസ്സാക്കും, അങ്ങനെ ഒരു ഇതായിരുന്നു. അങ്ങനെ എക്സാം കഴിഞ്ഞു, എല്ലാ മൊഡ്യൂളും കിട്ടിയില്ല. എന്നാലും മാതാവിനെ കൈവിട്ടില്ല. പ്രാർത്ഥന കുറേ കൂടെ ശക്തമാക്കി തീക്ഷ്ണമായിട്ട് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അപ്പം മനസ്സിലായി, നമ്മൾ ഒൺസ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടെന്നുണ്ടേ മാതാവ് നമ്മളെ കൈവിടത്തില്ല, നമുക്ക് ബെസ്റ്റായിട്ടുള്ളതേ മാതാവ് തരത്തുള്ളൂ, സഞ്ചാരി മാതാവാണ്, നമ്മുടെ കൂടെ വരും. അങ്ങനെ ഞാൻ രണ്ടാമത് ഒന്നുകൂടെ OET എഴുതാമെന്ന് വെച്ച് OETക്ക് പഠിച്ചു തുടങ്ങി. ആ സമയത്താണ് ഗവൺമെൻറ് വഴി ജർമ്മൻ പഠിക്കാനായിട്ട് ഒരു അവസരം കിട്ടിയത്. അതായത് നഴ്സസിനെ ഫ്രീ ആയിട്ട് ജർമ്മൻ പഠിപ്പിച്ച് ജർമ്മനിയിൽ കൊണ്ടുപോകും. വിസ ടിക്കറ്റ് എല്ലാം അവരുടെ തന്നെ ചിലവാണ്. അപ്പം ഞാൻ ഫ്രഷറാണ്, എനിക്ക് നഴ്സിംഗ് കഴിഞ്ഞ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അവർ കൂടുതലും എക്സ്പീരിയൻസ് നഴ്സസിനെയാണ് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ എന്നാലും ഇൻ്റർവ്യൂവിന് പോയി. മാതാവിൻ്റെ കാശുരൂപം, അഭിഷേക തൈലം എല്ലാം ഉപയോഗിച്ചാണ് പോയത്. അങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കയറി ഇൻ്റർവ്യൂവിന്. ഫസ്റ്റ് ടെസ്റ്റ് പാസ്സായി. ഇംഗ്ലീഷിലായിരുന്നു ഇൻ്റർവ്യൂ. അത് കഴിഞ്ഞ് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ് ജർമ്മൻ ക്ലയൻസുമായിട്ട്. അപ്പോൾ അവർ കൂടുതലും എക്സ്പീരിയൻസ് നഴ്സസിനെയാണ് എടുക്കുന്നത്. പക്ഷേ ഞങ്ങളും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് റിസൾട്ട് വരാറായി. അപ്പം എൻ്റെ കൂടെ വന്ന എല്ലാവർക്കും കിട്ടി.
പിന്നെ എൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. അങ്ങനെ ഞാൻ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ നിനക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം എന്നെ ഇതിന് സെലക്ട് ആക്കണേ. അങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി തീർന്നില്ല, അതിന് മുന്നേ എൻ്റെ റിസൾട്ട് വന്നു, പാസ്സായി. അങ്ങനെ ജർമ്മൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പുതിയ ലാംഗ്വേജാണ്, എനിക്കങ്ങനെ വലിയ മെരിറ്റൊന്നും ഇല്ല. പക്ഷെ മാതാവ് തന്നെ എന്നെ എല്ലാം പഠിപ്പിച്ചു. A1 കഴിഞ്ഞു, A2 കഴിഞ്ഞു. A2 ടൈമൊക്കെ എക്സാം ടഫായിരുന്നു, പക്ഷേ മാതാവാണ് എന്നെ പാസ്സാക്കിയത്. ആര് ചോദിച്ചാലും ഞാൻ പറയുമായിരുന്നു, ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ പാസ്സാവത്തില്ല, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ പാസ്സായത്. അങ്ങനെ B1 കഴിഞ്ഞു, B2 ആയി. B2 ടൈമൊക്കെ ആയപ്പം കുറേ അസുഖങ്ങളൊക്കെ വന്ന് എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. പിന്നെ ആ ടൈം കുറേ ഇങ്ങനെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യേണ്ട കുറേ സാഹചര്യങ്ങൾ എനിക്ക് വന്നു. അപ്പോൾ അതിന് പോകണോ, ഇരുന്ന് പഠിക്കണോ? പക്ഷെ ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. കാരണം നമ്മൾ എത്രയൊക്കെ ഇരുന്ന് പഠിച്ചാലും മാതാവ് അവിടെ പ്രവർത്തിച്ചില്ലെന്നുണ്ടേ അവിടെ ഒന്നും നമുക്ക് പാസ്സാവാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ഹോസ്റ്റലിൽ എല്ലാവരും പറയുമായിരുന്നു, നീ ഇരുന്ന് പഠിക്കാതെ പാസ്സാവത്തില്ല. പക്ഷെ ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു, അതെല്ലാം ചെയ്തു. നമ്മളത് ചെയ്യുമ്പോൾ മാതാവ് എനിക്ക് വേണ്ടി എൻ്റെ എക്സാമിൽ പ്രവർത്തിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ എക്സാമിന് പോയി. എക്സാമിന് ഫുള്ള് ചെക്ക് ചെയ്താണ് അവരകത്ത് കയറ്റുന്നത്. പക്ഷേ മാതാവിൻ്റെ കാശ് രൂപ ഉപ്പും അകത്ത് കയറ്റാതെ ഞാൻ പാസ്സാവത്തില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പോയി. എൻ്റെ മാത്രം കർച്ചീഫ് ഒന്നും അവർ ചെക്ക് ചെയ്തില്ല, അതിനകത്തെ ഉപ്പ് വച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ ഉപ്പെല്ലാം അവിടെ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ എക്സാം സ്റ്റാർട്ട് ചെയ്തത്. ചില ക്വസ്റ്റ്യൻസ് ഒന്നും അറിയത്തില്ലായിരുന്നു, പക്ഷെ മാതാവിനെ മുറുകെ പിടിച്ച് എക്സാം ഫുൾ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാനിവിടെ ഉടമ്പടി പുതുക്കേണ്ട ഡേറ്റ് ആയിരുന്നു. ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നു. അങ്ങനെ അപ്പോൾ എനിക്ക് പ്രദക്ഷിണമായിട്ട് പോകാനായിട്ട് മാതാവിനെ കിട്ടിയത്. അപ്പോഴേ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പം എനിക്ക് റൈറ്റിങ്ങിന് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. അതൊരിക്കലും എൻ്റെ മെരിറ്റ് കൊണ്ടല്ല, കാരണം എന്താണേലും അതിൽ കുറേ മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഉറപ്പാണ്. പക്ഷേ മാതാവിൻ്റെ ശക്തിയാൽ എനിക്കതിന് ഫുൾ മാർക്ക് കിട്ടി. ബാക്കി മൊഡ്യൂൾസ് ഞാൻ പാസ്സായി. അങ്ങനെ B2 കംപ്ലീറ്റ് ആയി മാതാവിൻ്റെ അനുഗ്രഹത്താൽ. എനിക്കതിലൊരു മെരിറ്റും ഇല്ല. അത് കഴിഞ്ഞ് പിന്നെയും ജർമ്മനിയുടെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ലാഗാണ്. പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ കൂടെ ആകുമ്പം കുറച്ചും കൂടെ സമയമെടുക്കും, നമ്മൾ നല്ലോണം വെയിറ്റ് ചെയ്യണം. അപ്പം ഞാൻ നഴ്സിംഗ് പഠിച്ചത് എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടായിരുന്നു. അപ്പം ലോൺ അടച്ചു തുടങ്ങേണ്ട ടൈമൊക്കെ സ്റ്റാർട്ടായി. അങ്ങനെ ആ സമയത്ത് മാതാവ് തന്നെ എനിക്കൊരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യാനായിട്ട് ഒരു അവസരം തന്നു. അങ്ങനെ ആ ക്ലിനിക്കിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അതിങ്ങനെ ക്യാൻസർ പേഷ്യൻസിൻ്റെ പെറ്റ് സ്കാനൊക്കെ ചെയ്യുന്ന സെൻറ്ററാണ്. അപ്പോൾ അവിടെ എനിക്ക് കുറേ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റി. അവിടെ വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എൻ്റെ ഏജുള്ളവരൊക്കെ അവിടെ വരാറുണ്ട് പേഷ്യൻസായിട്ട്. അപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരുടെ അടുത്തൊക്കെ മാതാവിനെ കുറിച്ച് പറയാനൊക്കെ പറ്റി. കാരുണ്യ പ്രവൃത്തി, പ്രേക്ഷിത പ്രവർത്തനമൊക്കെ നല്ല ശക്തമായിട്ട് ചെയ്യാൻ പറ്റി അവിടെ. അങ്ങനെ ഈ ടൈമിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ വന്നിട്ടില്ലായിരുന്നു, ജർമ്മൻ എംപ്ലോയർ ഇൻ്റർവ്യൂ. B1 ഒക്കെ ആയപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള എല്ലാവർക്കും ഇൻ്റർവ്യൂ ഒക്കെ വന്നു കഴിഞ്ഞു. ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ, അപ്പോൾ വന്നിട്ടില്ല. അങ്ങനെ ടെൻഷനായിരുന്നു, ഇനിയും സമയം നീണ്ടു പോവോ. അങ്ങനെ ഒരിക്കൽ ഞങ്ങൾ 6 പേരാണ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ക്ലാസ്സിൽ. അതിൽ 5 പേർക്ക് മെയിൽ വന്നു, ഇതുപോലെ ഇൻവിറ്റേഷൻ മെയിൽ വന്നു. എനിക്ക് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ അവർക്കെല്ലാവർക്കും ഓൾഡ് ഏജ് ഹോമിലോട്ടാണ് വന്നത്. അപ്പം എന്നാലും എൻ്റെ ഉള്ളിൽ ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിലും ഉറപ്പായിരുന്നു മാതാവ് എന്തായാലും എനിക്ക് ബെസ്റ്റായിട്ടുള്ളതേ തരത്തുള്ളൂ, മാതാവിൻ്റെ ഇഷ്ടം പോലെ തന്നെ വരട്ടെ. അങ്ങനെയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ എനിക്ക് മെയിൽ വന്നു, ഹോസ്പിറ്റലിലോട്ട് ഉള്ള ഇൻ്റർവ്യൂ ഇൻവിറ്റേഷൻ വന്നു. അങ്ങനെ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്ത് പോയി. പ്രിപ്പറേഷനേക്കാളും കൂടുതൽ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവുമാണ് ഞാൻ ചെയ്തത്. എനിക്കറിയാം അത് ചെയ്താലേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി. ഫസ്റ്റ് ഒരു വർക്ക്ഷോപ്പ് പോലെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യണം. അന്ന് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് അവർ വിളിക്കും. അപ്പോൾ കുറേ നേരം ഉണ്ട്. അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം നടക്കുക. അങ്ങനെ ഓരോരുത്തർ പോകുമ്പം ബാക്കിയുള്ളവരെല്ലാം പഠിക്കുന്നുണ്ട്. ഞാൻ ഉടമ്പടി ധ്യാനം കാണാൻ സ്റ്റാർട്ട് ചെയ്തു. അതിൽ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഇൻ്റർവ്യൂവിന് കയറി. മാതാവിൻ്റെ അഭിഷേക തൈലവും ഉപ്പ് ഉപയോഗിച്ചു. കാശ് രൂപ മുറുകെ പിടിച്ചു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ജർമ്മൻ ലാംഗ്വേജിലായിരുന്നു ഇൻ്റർവ്യൂ. എൻ്റെ മെരിറ്റ് കൊണ്ടല്ല, മാതാവാണ് എന്നിലൂടെ സംസാരിച്ചത് അന്ന് ഇൻ്റർവ്യൂവിന്. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. റിസൾട്ട് അറിഞ്ഞില്ല. 1 മാസം കഴിഞ്ഞിട്ട് ആ റിസൾട്ട് പറയത്തുള്ളൂ എന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, കാരുണ്യപ്രവൃത്തി ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം ഞാനിങ്ങനെ സ്വപ്നം കണ്ടു. ആകാശത്ത് മാതാവ് ഉണ്ണീശോ എടുത്ത് വെച്ചേക്കുക, എന്നിട്ട് മാതാവ് ഉണ്ണീശോയ്ക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട്. പിന്നെ ആകാശത്ത് ഫുള്ളിങ്ങനെ സെലിബ്രേഷൻ പോലെ, ദീപാവലി പോലെ ഇങ്ങനെ ലൈറ്റൊക്കെ കത്തുക. അപ്പോഴേ എനിക്ക് തോന്നി മാതാവ് എനിക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് തന്നെ ഞാൻ ഇൻ്റർവ്യൂ പാസ്സായെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ എൻ്റെ വിസ പ്രോസസ്സിങ് എല്ലാം ഭംഗിയായിട്ട് നടന്നു. എല്ലാം ഒരു കുഴപ്പമില്ലാതെ നടന്നു വരുമായിരുന്നു. അങ്ങനെ ഞാൻ ഈ യൂട്യൂബിലൊക്കെ സാക്ഷ്യങ്ങൾ കാണുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് വിസ പ്രോസസ്സിങ്ങിൽ പ്രശ്നമൊന്നുമില്ല, അപ്പം ഞാൻ B2ൻ്റെ എക്സാമിൻ്റെ കാര്യമോ സാക്ഷ്യത്തിൽ പറയേണ്ടതെന്ന് വിചാരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ 10 പേരുടെ പ്രോസസ്സിങ് ഒരുമിച്ചാണ് നടന്നു വരുന്നത്. പെട്ടെന്ന് ഇങ്ങനെ വിസ അപ്പോയിൻമെൻറ്റ് എത്തിയപ്പം എൻ്റെ മാത്രം ഡേറ്റ് നീണ്ടുപോയി, അവർക്കെല്ലാം ഒരുമിച്ച് വന്നു. അപ്പം ആദ്യമൊക്കെ മാഡം പറയുമായിരുന്നു കുഴപ്പമില്ല, ആനിക്ക് മാർച്ചിൽ പോകാൻ പറ്റും എന്ന് പറയും. ലാസ്റ്റ് ആയപ്പോൾ അവർക്ക് മനസ്സിലായി എന്തായാലും എൻ്റെ വിസ വരത്തില്ല. അപ്പം മാഡം പറഞ്ഞു ആനിയുടേത് മെയിലോട്ടായിരിക്കും, നീണ്ടു പോകും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെച്ചു കുഴപ്പമില്ല, മാതാവിൻ്റെ ഇഷ്ടമല്ലേ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ പോയി. അങ്ങനെ അവരുടെ എല്ലാം പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞു, ടിക്കറ്റ് എല്ലാം വന്നു, എല്ലാം പോകാൻ റെഡി ആയപ്പോഴാണ് ഇറാനിൽ യുദ്ധം വന്നത്. അങ്ങനെ അവർക്കൊന്നും പോകാൻ പറ്റിയില്ല, എല്ലാവർക്കും വിഷമമായി. അപ്പം ഞാൻ ഓർത്തു ഞാനാണ് ആ സാഹചര്യത്തിലെങ്കിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അവിടെ ക്ലിനിക്കിലെ ജോലി ഞാൻ റിസൈൻ വയ്ക്കുമായിരുന്നു. 2 മാസം എൻ്റെ എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കാനോ ഒന്നിനും എനിക്ക് പറ്റത്തില്ലായിരുന്നു. അങ്ങനെ മാതാവ് എന്നെ ആ വലിയൊരു ഇതിലെന്ന് എന്നെ രക്ഷിച്ചു. പിന്നെ അടുത്ത് പറയാനുള്ളത്, അങ്ങനെ ഈ മെയ് 3-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹത്താലാണ് ഞാൻ പോകുന്നത്. സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ വരും. ഇപ്പം ഞാൻ പോകുമ്പോഴും ഇവിടെ നിന്ന് ജർമ്മൻ പത്രം വാങ്ങിയിട്ട് പോവുകയാണ്. അവിടെ പോയി എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം, ഇനി ഉടമ്പടിയിൽ തുടരണം. എന്നെ ഇത്രയും അനുഗ്രഹിച്ച മാതാവിന് കോടാനുകൂടി നന്ദി പറയുന്നു. അടുത്ത് പറയേണ്ടത് പപ്പയ്ക്ക് കിട്ടിയ അനുഗ്രഹമാണ്. പപ്പയ്ക്ക് 2016 ഒരു സ്ട്രോക്കിൻ്റെ ഹിസ്റ്ററി ഉള്ളതാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല, പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ ഒരു കുഴപ്പമില്ല. പപ്പ ജോലിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജർമ്മൻ പഠിക്കാൻ സ്റ്റാർട്ടാവുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് ഇതുപോലെ തലകറക്കം പോലെയൊക്കെ വന്നു. അങ്ങനെ പിന്നെ MRI എടുത്തു. അപ്പം ഡോക്ടർ പറഞ്ഞു ഒരു ടെസ്റ്റ് ചെയ്യണം, തലയിൽ എത്രത്തോളം ബ്ലഡ് ഓട്ടം ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. അപ്പോൾ ഈ ടെസ്റ്റ് ഡൈ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ സ്ട്രോക്ക് വരാം, ഫിക്സ് വരാം, കിഡ്നിക്ക് പ്രോബ്ലം വരാം എന്ന് പറഞ്ഞു. അപ്പം നമ്മളെ കൊണ്ട് കൺസെൻറ്റ് വാങ്ങിയിട്ടാണ് അവർ ചെയ്യിക്കുന്നത്. പക്ഷേ മാതാവിൻ്റെ അഭിഷേക തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലത്താലും ഉപ്പുപയോഗിച്ചതിനാലും പപ്പയ്ക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ആ ടെസ്റ്റിൽ നോർമലായിരുന്നു. ഇൻ ബിറ്റ്വീൻ ഒരു കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അതിന് മാതാവിന് കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ അടുത്തതായിട്ട് പപ്പയ്ക്ക് കഴിഞ്ഞ മാസം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ജനുവരിയിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു. ഫേസിൽ മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡ് റിബ് ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് 3 മാസം കണ്ടിന്യൂസ് റെസ്റ്റ് വേണം, ബെഡ് റെസ്റ്റ് വേണം, അനങ്ങരുത് എന്നായിരുന്നു. പക്ഷേ മാതാവിൻ്റെ അഭിഷേക തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിനാലും ഉപ്പ് പപ്പ ഭക്ഷിക്കുമായിരുന്നു ആഹാരത്തിലൂടെ. അതിനാലും പപ്പയ്ക്ക് 1.5 മാസം കൊണ്ട് തന്നെ ഫുൾ കംപ്ലീറ്റ് റിക്കവറായി, ജോലിക്കൊക്കെ പോകാൻ പറ്റി, ഒരു കുഴപ്പമില്ല. അതിന് മാതാവിന് കോടാനുകൂടി നന്ദി പറയുന്നു. അടുത്തതായിട്ട് അമ്മയ്ക്ക് UCTD എന്നുള്ളൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ചൂടത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റത്തില്ല, മുഖമെല്ലാം ഇങ്ങനെ തടിച്ച് വരും, ചൊറിയും, ബേണിങ് സെൻസേഷൻ ആയിരിക്കും, അങ്ങനെയാണ്. അപ്പം ഞാൻ പറയുമായിരുന്നു അമ്മയുടെ അടുത്ത് ഇവിടെ വരണം, പ്രാർത്ഥിക്കണം, ഉടമ്പടി എടുക്കണം. പക്ഷേ ഹെൽത്ത് ഇഷ്യൂസ് കാരണം പുള്ളിക്കാരിക്ക് എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അമ്മ ഒരു ദർശനം കണ്ടു, അതിനെപ്പറ്റി അമ്മ തന്നെ പറയും. അതിനുശേഷം അമ്മ മരുന്നുകളും ഒരുപാട് ക്രീമുകളൊക്കെ മുഖത്തും ദേഹത്തൊക്കെ യൂസ് ചെയ്യുമായിരുന്നു. എത്രയൊക്കെ അത് ഉപയോഗിച്ചാലും വലിയ കുറവില്ല. പക്ഷെ ഡോക്ടേഴ്സ് പറയുന്ന കാരണം അത് യൂസ് ചെയ്യും. സൂര്യപ്രകാശം ഒട്ടും അടിക്കാൻ പറ്റത്തില്ല, പുറത്തിറങ്ങാൻ പറ്റത്തില്ല, എന്നും കുർബാനയ്ക്ക് പോകാൻ പറ്റത്തില്ല, ഭയങ്കര പാടായിരുന്നു. അങ്ങനെ സെപ്റ്റംബർ മാസം അമ്മ ദർശനം കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ശേഷം അമ്മ ഒരു ക്രീമോ മരുന്നോ ഒന്നും സ്കിന്നിൽ യൂസ് ചെയ്തിട്ടില്ല. മാതാവിൻ്റെ അഭിഷേക തൈലം മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് അമ്മയ്ക്കിപ്പം പോകാൻ പറ്റുന്നുണ്ട്, ഓക്കെയാണ്, കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ അമ്മയ്ക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടുതലായിരുന്നു. അപ്പം കുറേ നാളായിട്ട് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടുതലായ കാരണം
എന്തെങ്കിലും MPN ഡിസോർഡേഴ്സ് ആണ് ഡോക്ടേഴ്സ് ഡൗട്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അതൊരു ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ ആണ്, മൈലോ പോളിഫെറേറ്റി നിയോപ്ലാസം എന്ന് പറയും. അപ്പം അതിന് ബോൺ മാരോ ബയോപ്സി ചെയ്യണം, പിന്നെ MPN പാനൽ ചെയ്യണം. അപ്പം എന്ന് വെച്ചാൽ ഡോക്ടേഴ്സിന് സസ്പെക്റ്റഡ് ആയിരുന്നു. അങ്ങനെ ഇവിടെ വന്നു, പ്രാർത്ഥിച്ചു, അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ചിട്ട് പോയി, ബയോപ്സി ചെയ്തു. അതിലൊരു കുഴപ്പമില്ല, നോർമലാണ്. ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹത്താൽ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. ജോസഫ് അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിച്ചു. പിന്നെ അച്ഛൻ കാശ് രൂപം കൊടുത്തു അമ്മയ്ക്ക്. ആ കാശ് രൂപമായിട്ടാണ് ബോൺമാരോ ബയോപ്സിക്ക് പോയത്. ഒരു പെയിനും ഇല്ലാതെ മാതാവ് അത് കഴിയാൻ അമ്മയെ സഹായിച്ചു. അതിന് മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. അമ്മേനെ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കിയതിന് നന്ദി പറയുന്നു. ബാക്കി അമ്മ പറയും. എൻ്റെ പേര് ബീന. ഞാൻ മാതാവിൻ്റെ ഒരു ദർശനം ഇങ്ങനെ കണ്ടായിരുന്നു. ആദ്യമായിട്ട് എനിക്ക് മാതാവിനെക്കുറിച്ച്, കൃപാസന മാതാവിനെക്കുറിച്ച് വിശ്വാസം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എല്ലാ മാതാവും ഒന്ന് തന്നെയാണ് എന്നുള്ള വിശ്വാസമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ മോള് പറയും, അമ്മ പ്രത്യക്ഷ പ്രാർത്ഥന വായിക്കണം, അമ്മയ്ക്ക് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ ഉടമ്പടിയിൽ അമ്മ ജീവിക്കണം, ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ഞാൻ അതനുസരിച്ച് ആദ്യം ഇതൊക്കെ പിന്മാറിയിരുന്നുവെങ്കിലും അപ്പോൾ ഈ ദർശനം ഞാൻ കണ്ടതോടും കൂടെ അപ്പോൾ ഇങ്ങനെ എൻ്റെ ബെഡ്റൂം ഒരു കടലായി, അതിൽ മാതാവ് ഇങ്ങനെ, കൃപാസന മാതാവ് ഇങ്ങനെ പൊങ്ങി താഴ്ന്നതായിട്ട് നല്ല പുഞ്ചിരിച്ച്. അപ്പോൾ അത് കൃപാസന മാതാവാണെന്ന് എനിക്കത് മനസ്സിലായത് തന്നെ. കൃപാസന മാതാവിൻ്റെ ഫോട്ടോ മോള് വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അതിന് കൃപാസന മാതാവാണെന്ന് മനസ്സിലായത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കിരീടം വെച്ച മാതാവ് ഇങ്ങനെ കടലിലിങ്ങനെ പൊങ്ങി താഴ്ന്നതായിട്ട് അത് കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം ആകാശത്ത് ഒരു പള്ളി, ഇങ്ങനെ 2 മാലാഖമാർ ഇങ്ങനെ ആയിട്ട് ആകാശത്താണിത് കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആകാശത്ത് ഇങ്ങനെ ചെറിയ അക്ഷരത്തിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നു ഇംഗ്ലീഷിൽ. അപ്പോൾ അതൊന്നും എനിക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ല. എൻ്റെ കയ്യിലൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് ആരാണെന്നോ എന്താണെന്നോ എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഞാൻ കുഞ്ഞിനോട് പറയുന്നു, ഇത് ആകാശത്ത് എന്താണോ എഴുതി കാണിക്കുന്നത്, എനിക്കത് മനസ്സിലായില്ല. അപ്പോൾ ഇത്രയും ഞാൻ കണ്ടു. അപ്പോൾ ഇത് ഇങ്ങനെ ഈ പള്ളി ഏതാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവ് ഇത് ഏത് പള്ളിയാണ്, ഇത്രയും ആകാശത്ത് ഈ പള്ളി കാണിക്കണമെങ്കിൽ അത്രയും വിശുദ്ധമായ പുണ്യമായ ഒരു ഭൂമി ആയിരിക്കുമല്ലോ, ഞാൻ എങ്ങനെ പോകും, എനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ, എനിക്ക് പള്ളിയിൽ പോകണമെന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പകൽ വെട്ടത്ത് ഇറങ്ങാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ലൈറ്റിൻ്റെ ചൂടും അടിക്കാൻ പറ്റത്തില്ല, ഒന്നും സൂര്യപ്രകാശം ഒന്നും പറ്റത്തില്ല. ഒന്ന് ജനലിനടുത്ത് പോലും, റൂമിൽ നിന്ന് ജനലിനടുത്ത് പോലും എനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, മാതാവേ എനിക്കെങ്ങനെ ഈ പള്ളിയിൽ പോകാൻ പറ്റുമെന്ന്. അപ്പോഴത്തേക്ക് അച്ഛൻ ഇങ്ങനെ ധ്യാനത്തിൽ, ഡിസംബർ മാസത്തെ ധ്യാനത്തിൽ നവംബറിൽ അച്ഛൻ ഇങ്ങനെ ധ്യാനത്തിൽ പറഞ്ഞു, ഇങ്ങനെ മാതാവിൻ്റെ പ്രത്യക്ഷണ വാർഷിക തിരുനാളിനന്ന് ആൾത്താര തുറന്നു കൊടുക്കുകയാണ്, ഉടമ്പടി എടുത്തവർക്കും അല്ലാത്തവർക്കും വന്ന് പ്രാർത്ഥിക്കാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ആരോ ഇങ്ങനെ പ്രസ് ചെയ്യുന്നത് പോലെ, നീ പോകണം അവിടെ പോയി പ്രാർത്ഥിക്കണം, മാതാവിനെ തൊട്ട് പ്രാർത്ഥിക്കണം എന്നിങ്ങനെ മനസ്സിൽ ഭയങ്കരമായ പ്രേരണയുണ്ടായി. അപ്പോൾ അങ്ങനെ ഞാൻ മോളെ വിളിച്ച് പറഞ്ഞു, ഇതേപോലെയാണ് ഇങ്ങനെ അമ്മയുടെ വാർഷിക തിരുനാളിന് ഇങ്ങനെ ഉടമ്പടി എടുത്തവർക്കും എടുക്കാത്തവർക്കും ആൾത്താരിയിൽ കയറി പ്രാർത്ഥിക്കേണ്ട അവസരം ഡിസംബർ 7-ാം തീയതി അന്ന് അവിടെ ഉണ്ട്, എനിക്ക് പോകണമെന്ന് ഉണ്ട് നിങ്ങൾ. അപ്പോൾ ഞാൻ അമ്മയെ കൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 6-ാം തീയതി രാത്രിയിലാണ് ഇവിടെ വന്ന് റൂമെടുത്ത് താമസിച്ചു. 7-ാം തീയതി വെളുപ്പിന് 4 മണിക്ക് ഞങ്ങളുടെ ക്യൂവിൽ വന്ന് നിന്നു, മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ചു. 7-ാം തീയതി ഞങ്ങൾ പോയില്ല. അന്ന് വൈകുന്നേരം വരെയുള്ള മുഴുവൻ പ്രാർത്ഥനയിലും തിരുകർമ്മങ്ങളിലെല്ലാം എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ഞാൻ സർവ്വസമയവും ഒരു ഫാനും എല്ലാം എടുത്ത് എൻ്റെ മുഖത്തിൻ്റെ ഫേസോട് അടുത്ത് വെച്ചിട്ടാണ് ഞാൻ വീട്ടിലിരിക്കുന്നത് രാത്രിയും പകലും. എനിക്ക് ഇവിടെ വന്ന് ഒരു പ്രയറിൽ പോലും പങ്കെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. മാതാവിൻ്റെ കൃപയാലാണ് അന്ന് മുഴുവൻ പ്രാർത്ഥനയിലും എനിക്കിവിടെ പങ്കെടുക്കാൻ സാധിച്ചു. അന്ന് ഞങ്ങൾ 2 പേരും, മോളും ഞാനും, രാവിലെ മുതൽ ഉപവാസത്തോടും കൂടെ ഇരുന്ന് അന്ന് 4:30 മണിക്ക് ശേഷമാണ് ഞങ്ങൾ റൂമിൽ പോയി ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അതുവരെ നല്ല ഉണർവോടും കൂടെ ഒരു ക്ഷീണോ പ്രയാസവും ഇല്ലാതെ ദീപബലിയിലും അന്നത്തെ ധ്യാനത്തിലും എല്ലാം എനിക്ക് നന്നായിട്ട് പങ്കെടുക്കാൻ പറ്റി. ഈ ചൂടെല്ലാം എനിക്കൊരു പ്രശ്നമായിരുന്നില്ല അന്നും. അത് കഴിഞ്ഞ്
എന്നിട്ട് ഞാൻ ഇങ്ങനെ മോളുടെ ജർമ്മനിൽ പോകുന്നതിനെക്കുറിച്ച് മാതാവിനോട് എപ്പോഴും ഞാൻ ഇങ്ങനെ സംസാരിക്കും. മാതാവേ, അമ്മയുടെ മാസമായ ഒക്ടോബർ മാസം, മെയ് മാസം അമ്മ കൊണ്ടുപോകണമെന്ന് ഇങ്ങനെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ 25 സെപ്റ്റംബർ മാസത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു മെയ് മാസം എന്നുള്ളവർ ആരോ പറയുന്നത് പോലെ മനസ്സിൽ തോന്നിയായിരുന്നു, മെയ് മാസം മാതാവ് പറയുന്നതായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മെയ് മാസത്തെ അമ്മ കൊണ്ടുപോകും മോളെ, ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ ഞാൻ പിന്നെ ഡേറ്റ് ഇങ്ങനെ മാതാവിനോട് ചോദിക്കണം, അമ്മ ഏത് ഡേറ്റ് ആയിരിക്കും അമ്മ മാതാവ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒക്ടോബർ ജപമാല മാസമായ ഒക്ടോബർ മാസത്ത് മാതാവ് എനിക്ക് ഡേറ്റ് തന്നു 11-ാം തീയതിയെന്ന്. അപ്പം ഞാൻ അത് ആരടുത്തും പറഞ്ഞില്ല, മോളടുത്തും പറഞ്ഞില്ല, വീട്ടിൽ ആരടുത്തും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ മെയ് 11 ഇങ്ങനെ ഞാൻ മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ അവർക്ക് ടിക്കറ്റ് വന്നു. മെയ് മാസമാണെന്നാണ് ആദ്യം അവർ പറഞ്ഞു. അപ്പോൾ അത് മെയ് മാസമാണ് ഓക്കെ ആയി. അപ്പോൾ ടിക്കറ്റ് വന്നപ്പോൾ മെയ് 3-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ, മാതാവ് എനിക്കൊരു മെയ് 11 ഡേറ്റ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അമ്മ, അത് എന്താണമ്മ എനിക്കറിയില്ല, മെയ് 3-ാം തീയതിയാണ് ടിക്കറ്റ് വന്നിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഉടനെ അന്ന് രാത്രി തന്നെ മെയിൽ വന്നു, മെയ് 11-ാം തീയതിയാണ് ജോലിക്ക് ജോയിൻ ചെയ്യേണ്ട ഡേറ്റ്. അങ്ങനെ അമ്മ എനിക്ക് ഈ മെയ് 11-ാം തീയതി തന്നത് 11-ാം തീയതി ജോലി ചെയ്യേണ്ട ഡേറ്റാണ്. ഇത്രയും വലിയ അനുഗ്രഹം ചെയ്ത എന്നെ, എൻ്റെ കുടുംബത്തിനെ അമ്മയുടെ പ്രത്യക്ഷ സാക്ഷിയാക്കി ഉയർത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പത്രം എല്ലാ മാസവും ഇവിടെ നിന്ന് വാങ്ങി കൊടുക്കുമായിരുന്നു. കൂടുതലും ഹോസ്പിറ്റൽ, ബസ് സ്റ്റാൻഡ് അങ്ങനെയൊക്കെ കൊടുക്കുന്നത്. ആദ്യം ഞാൻ ഉടമ്പടി എടുത്ത ടൈം എൻ്റെ അനുഭവങ്ങളൊന്നും അങ്ങനെ പങ്കുവയ്ക്കാറില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ പത്രം വാങ്ങി അഭിഷേക തൈലം ഉപയോഗിച്ച്, കുരിശ് വരച്ച്, ഉപ്പ് ഉപയോഗിച്ച്, വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ അനുഭവങ്ങളെല്ലാം പങ്കുവച്ചാണ് പത്രം കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനത്തിൽ തന്നെ പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം മുടക്കാതെ കൂടാറുണ്ട്. ഡെയിലി ബ്രെഡ് കൂടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഷെയർ ചെയ്യാറുണ്ട്, സ്റ്റാറ്റസ് ഇടാറുണ്ട്. ആദ്യമൊക്കെ എനിക്കിതിന് മടിയായിരുന്നു, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ എനിക്കതൊക്കെ ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഭക്ഷണം വാങ്ങി ഹോസ്പിറ്റലിൽ കൊടുക്കാറുണ്ട്. കൂടുതലും ഇങ്ങനെ വഴിയിലൊക്കെ ഇരിക്കുന്നവർക്കായിരിക്കും കൊടുക്കുന്നത്. പിന്നെ ഓർഫണേജ് വിസിറ്റ് ചെയ്ത് അവർക്ക് വേണ്ടിയൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ആരെങ്കിലും ഒരു സഹായം ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ, എന്നെക്കൊണ്ട് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കും. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ ഡെയിലി കുർബാന കൂടാറുണ്ട്, കുർബാന മുടക്കാറില്ല. 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കാറുണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരിക്കലും മുടക്കത്തില്ല. പിന്നെ പേഴ്സണലായിട്ടുള്ള പ്രെയർ മുടക്കാറില്ല. ബൈബിള് വായിക്കാറുണ്ട്. ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് കോടാനുകൂടി നന്ദി പറയുന്നു. എന്നെ, എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി ഈ അൾത്താരയിൽ നിർത്തിയതിന് അമ്മയ്ക്ക് നന്ദി പറയുന്നു. ഇനിയും ഉടമ്പടിയിലായിരിക്കും ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഇന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ ജർമ്മൻ പത്രം വാങ്ങിയിട്ട് പോകണം. അവിടെ പോയി എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. ഇനിയും ഒരുപാട് പേരെ മാതാവിനെ അറിയിക്കണം. പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി അവരെയും മാതാവ് ഉയർത്തണം. അതിന് മാതാവിനെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വചനമാണ്. മനുഷ്യ ജീവിതത്തിൽ നമ്മുടെ പരിമിതികൾക്കപ്പുറം ദൈവത്തിൻ്റെ ശക്തിയാണ് പ്രവർത്തിക്കുന്നത്. മരിയൻ ഉടമ്പടിയിലൂടെ നമ്മുടെ ഓരോ കാര്യങ്ങളും, പ്രത്യേകിച്ചും അത് സാധ്യമല്ല, ഇത് നടക്കില്ല എന്ന് തോന്നുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും പ്രശ്നങ്ങളുമെല്ലാം വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ മുൻപിൽ ഉടമ്പടിയിലൂടെ സമർപ്പിക്കുമ്പോൾ അസാധ്യമാകുന്ന കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ദൈവവചനത്തിന് വിധേയമായ ജീവിതം നയിക്കുമ്പോൾ പരിശുദ്ധ അമ്മയാണ് ഇടപെടുന്നത്. ഉടമ്പടിയിലൂടെ അസാധ്യം സാധ്യമാക്കുന്ന അനുഭവമാണ് ഓരോ മക്കളും പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ, ഈ സന്നിധിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രശ്നങ്ങളിൽ നിരാശരാകാതെ പ്രാർത്ഥനയിൽ, ഉടമ്പടിയിൽ സ്ഥിരതയോടെ മുന്നോട്ട് നയിക്കുവാനും ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ച് ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ നയിക്കുമ്പോൾ ഈശോയും അമ്മയും ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ടാണ് നാം സാക്ഷ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആനി
ബി സാജു എന്ന മകളുടെ സാക്ഷ്യത്തിൽ നിന്ന്. ഈ മകൾ ആദ്യമായി നഴ്സിംഗിൽ OIT എക്സാമിന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പക്ഷെങ്കിൽ കിട്ടിയില്ല. ആ മകൾ തന്നെ പറഞ്ഞു, ഞാൻ ഉടമ്പടി ജീവിതം കൂടുതൽ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുകയും കൂടുതൽ തീഷ്ണതയോടെ ഫസ്റ്റ് ടൈം OIT എക്സാം ഫെയിലായതോടെ കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സെക്കൻഡ് ടൈമിൽ OIT എക്സാം കിട്ടാനുള്ള ചാൻസ് കിട്ടി. പക്ഷെങ്കിൽ മുൻപിലത്തെക്കാലം നല്ലൊരു രീതിയിൽ, അതായത് ഗവൺമെൻറ് OIT എക്സാം കണ്ടക്ട് ചെയ്യുകയും ഫ്രീ ആയിട്ട് തന്നെ OIT എക്സാം ജർമ്മൻ കോഴ്സ് പഠിക്കുവാൻ സാധിക്കുകയും ചെയ്തു. അവിടെയും ഈശോയും അമ്മയും ഈ മകളുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ടാണ്. കാരണം ആദ്യം കിട്ടാതിരുന്നിട്ട് പെട്ടെന്നത് നല്ല രീതിയിൽ ഒരു എക്സ്പെൻസും ഇല്ലാതെ ഫ്രീ ആയിട്ട് തന്നെ ദൈവം അവിടെ വാതിൽ തുറന്ന് കൊടുക്കുകയായിരുന്നു ഈ മകൾക്ക്. പിന്നീട് പറഞ്ഞത്, ജർമ്മൻ എംപ്ലോയി ഇൻ്റർവ്യൂവിന് പോയപ്പോഴും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് 6 പേരുണ്ടായിരുന്നു. അവർ 5 പേരിൽ ഇൻവിറ്റേഷൻ മെയിൽ കിട്ടി. പക്ഷെങ്കിൽ ആനിക്ക് കിട്ടിയില്ല. പിന്നീടാണ് അറിഞ്ഞത് 5 പേർക്ക് കെയർ ഹോമിലേക്കും ആനിക്ക് ഹോസ്പിറ്റലിലേക്കുമാണ് ഇൻവിറ്റേഷൻ മെയിൽ വന്നത്. ആദ്യമൊക്കെ ആനി വിഷമിച്ചെങ്കിലും പക്ഷെങ്കിൽ ഈശോയും അമ്മയും എന്തിനോ നല്ലത് വേണ്ടി എപ്പോഴും ഈ മകൾ പറഞ്ഞു, എന്താ അമ്മ എൻ്റെ താമസിക്കുന്നത്, അമ്മയുടെ ഇഷ്ടം പോലെ അമ്മയുടെ ഹിതമനുസരിച്ച് നടക്കട്ടെ എന്നാണ് പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ 10 പേര് പ്രോസസ്സിങ്ങിൽ വെച്ചു. പക്ഷെങ്കിൽ എല്ലാവർക്കും ടിക്കറ്റ് കിട്ടി, ഈ മകൾക്ക് കിട്ടിയില്ല. പക്ഷെങ്കിൽ ഇവിടെയും പരിശുദ്ധ അമ്മ തന്നെയാണ് ഇടപെട്ടത്. ഇവിടെയും പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ ജർമ്മനിക്ക് പോകാനായിട്ട് May 3 ഈ മകൾക്ക് കിട്ടുകയും കൂട്ടുകാരുടെ കാര്യം ആ മകൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ സഞ്ചാരി മാതാവ് തന്നെയാണ് കൂടെ വന്നതും എല്ലാ കാര്യവും എല്ലാ പ്രോസസ്സിങ്ങിലും നടക്കുകയും ചെയ്ത് May 3 ടിക്കറ്റ് കൊടുക്കുകയും ചെയ്തത്. May 11 എന്നുള്ള ഡേറ്റ് അമ്മയ്ക്കൊരു ദർശനം കിട്ടി. അമ്മ പരിശുദ്ധമ്മയോട് ചോദിച്ചു, എന്താ അമ്മ ഈ ഡേറ്റ് എന്ന്. പിന്നീടാണ് മനസ്സിലായത്, May 3 മകൾ ജർമ്മനിയിൽ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോയിൻ ചെയ്യുകയും ഹോസ്പിറ്റലിലേക്ക് പോവുകയും May 11 ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത്, ജോയിൻ ചെയ്യാനുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നതെന്നും. അങ്ങനെ ഓരോ കാര്യത്തിലും ഈശോയും അമ്മയും ഇടപെടുന്നതായിട്ടാണ് ഈ മകളുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പപ്പയുടെ അസുഖമാണെങ്കിലും തലയിൽ രക്ത ഓട്ടം ഉണ്ടാകാനുള്ള ചെക്കിങ് ഉണ്ടായിരുന്നു, ടെസ്റ്റ് ചെയ്തു, അത് ഭേദമായി. പിന്നീട് ബൈക്ക് ആക്സിഡൻറ്റ് വന്നപ്പോൾ 6 മാസത്തിൻ്റെ റെസ്റ്റാണ് പറഞ്ഞിരുന്നത്, ട്രീറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവിടെയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെട്ട് എത്രയും പെട്ടെന്ന് രോഗസൗഖ്യം നൽകി പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ മോളുടെ പപ്പയും കൂടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അമ്മയുടെ കാര്യം അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടായിരുന്നു. അതും ജപമാല, അത് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ആ ദിവസം, അതായത് ഡിസംബർ 7 പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഈ സഹോദരിക്ക് പുറത്തിറങ്ങാൻ സാധിക്കില്ല, സൂര്യപ്രകാശം ഒട്ടും എന്തെങ്കിലും അടിച്ചാൽ അത് സ്കിന്നിൽ പ്രശ്നമുണ്ടാകും, അതുകൊണ്ട് ലോട്ട് ഓഫ് പ്രോബ്ലം ഉണ്ട്, സ്കിൻ പ്രോബ്ലം ഉള്ളതുകൊണ്ട് പുറത്തിറങ്ങാൻ സാധിക്കാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷെങ്കിൽ അമ്മയിൽ ഉറച്ച വിശ്വാസത്തോടെ ഡിസംബർ 7 രാവിലെ തൊട്ട് വൈകുന്നേരം 4 മണിക്കാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ അമ്മയെ തൊട്ടൊന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചത്. അന്നോട്ട് ഇന്ന് വരെ ആ സ്കിൻ്റെ പ്രശ്നമില്ല, അല്ലെങ്കിൽ അക്യൂട്ടായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്ന ഈ സഹോദരിക്കും പരിശുദ്ധ അമ്മയുടെ ഒരു സ്പർശനം കിട്ടി അവിടെ രോഗസൗഖ്യം ലഭിച്ചതായിട്ടാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് ഈ മകൾ പറഞ്ഞത്, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയിൽ സൈത്ത് പൂച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ബോൺ മാരോ ബയോപ്സിക്ക് പോയപ്പോൾ വളരെ പ്രയാസപ്പെട്ടു, പേടിച്ചു, ഭയപ്പെട്ടു, എന്തായിരിക്കും റിസൾട്ട് എന്നറിയില്ല. പക്ഷെങ്കിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി സൈത്ത് തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നമുക്കറിയാം ബോൺ മാരോ എത്ര പെയിൻഫുള്ളാണ്, എത്ര വേദനയുള്ളതാണ്. പക്ഷെങ്കിൽ സഹോദരിക്ക് വേദനയൊന്നും ഇല്ലാതെ ബയോപ്സി റിപ്പോർട്ടും നല്ല നെഗറ്റീവായിട്ടാണ് വന്നത്. അതും ഒരു കുഴപ്പവും ഇല്ലാതെ ഈശോയും അമ്മയും കാത്ത് സംരക്ഷിച്ചു എന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ, അനുഗ്രഹത്തിലൂടെ, അച്ഛൻ്റെ ആത്മീയ ആസ്തിയിലൂടെയാണ് നമുക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും. ആ അനുഗ്രഹത്തിലൂടെ ഈ മകൾ കിട്ടിയ രോഗസൗഖ്യത്തിന്, പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയുകയാണ്. അസാധ്യങ്ങൾ സാധ്യമാക്കി തരുന്ന പരിശുദ്ധമ്മയുടെ സന്നിധിയിലാണ് നാം ഓരോരുത്തരും വന്നിരിക്കുന്നത്. ജീവിതത്തിൽ അസാധ്യമാണെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് നമുക്ക് പരിശുദ്ധമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ബലഹീനതകളും ഭയങ്ങളും നിരാശകളും എല്ലാം പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവവചനത്തിന് വിധേയമായി അമ്മ ജീവിച്ചതുപോലെ അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് അമ്മ ജീവിച്ചതുപോലെ അമ്മ നമ്മളോട് പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നാണ്. അത് ഉടമ്പടിയിലൂടെയാണ്.
നമ്മുടെ ജീവിതവും കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ, കൂടുതൽ സ്നേഹത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഈശോയും അമ്മയും നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ ജീവിതത്തിലെ ഓരോ അടഞ്ഞ വാതിലുകൾ തുറന്നു തരാനുള്ള ഒരു സഹായമാണ്. കാരണം പരിശുദ്ധ അമ്മയാണ് നമ്മുടെ കരം പിടിച്ച് ഈശോയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. അസാധ്യങ്ങൾ സാധ്യമാക്കുവാനും ഉടമ്പടിയിലൂടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആനിക്കും കുടുംബത്തിനും ലഭിച്ച ഈ മകൾ പറയുകയും ചെയ്ത്, ഞാൻ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നില്ല എൻ്റെ ഉടമ്പടി ജീവിതം. ഞാൻ ജർമ്മനിക്ക് പോകുമ്പോൾ ജർമ്മൻ പത്രവുമായിട്ട് അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ മകളുടെ ശ്രമം ഈ കൊച്ചു ജീവിതത്തിൽ തന്നെ, വളരെ യങ് ഏജിൽ തന്നെ ഈ മകൾക്ക് അറിഞ്ഞ ആ സ്നേഹം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ആ ആഗ്രഹം, അത് ഒരു വലിയ ഒരു തീഷ്ണത, അതൊരു വലിയ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. ജർമ്മനിക്ക് പോകുമ്പോൾ ജർമ്മൻ പേപ്പറുമായിട്ടാണ് പോകുന്നത്. മറ്റുള്ളവരെ ആ സ്നേഹം അറിഞ്ഞ ആ സ്നേഹം മറ്റുള്ളവരോട് പങ്കുവെക്കാനായിട്ടുള്ള ആ തീഷ്ണത നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആനിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. യേശു